മനോഹരമായ ഈ ദിവസത്തിന്റെ സന്ധ്യാസമയത്ത് കർത്താവിന്റെ വലിയ കൃപയാൽ ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. പ്രതീക്ഷ എന്നതുകൊണ്ട് പ്രിയ പാസ്റ്റർ കുഞ്ഞ് നിങ്ങൾ ആദ്യമായി കണ്ട ആ ദിവസം തന്നെ ദൈവിക സന്ദേശത്താൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. എന്നോട് വന്ന് ചോദിച്ചൊരു കാര്യം, ഞങ്ങളുടെ ചർച്ചിലേക്ക് വരൂ. കൊച്ചു ചർച്ച അദ്ദേഹത്തിന് പറഞ്ഞ തീർച്ചയായും പറയാം. നേരത്തെ പറയണമെന്ന് മാത്രമേ ഞാനും അദ്ദേഹം നമ്മൾ കണ്ടുമുട്ടുവാനിടയായ സാഹചര്യം എന്ന് പറയുന്നതാണ് യുപിയിലുള്ള ഒരു ദേവദാസൻ സാജു തോമസ്. അദ്ദേഹത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹവും എന്നെ തേടി പിടിച്ച് ഈ രണ്ട് ദേവദാസന്മാര് കേന്ദ്രത്തിൽ വരുവാനായിട്ടിടയായി. അവിടെ വെച്ച് ആ ഇന്റർവ്യൂ വെച്ചാണ് ഇദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ കർത്താവിന്റെ കൃപ ഇവിടെ നിങ്ങളുടെ അടുക്കൽ എത്തുവാനായിട്ട് ദൈവം സഹായിച്ചു. എന്നൊരു വാക്കിൽ പരിചയപ്പെടുത്തണേ. എന്റെ പേര് ഈ ഭൂമിയിൽ മാതാപിതാക്കൾ മത്സരിക്കുന്ന പേര് ഷാജി ജോസഫ് എന്നാണ്. എന്റെ ഈ ഭൂമിയിലെ പണി എന്ന് പറയുന്നത് ഞാനൊരു ബിസിനസ്സുകാരനാണ്. കഴിഞ്ഞ 38 വർഷമായി സ്വർഗത്തിലെ ദൈവം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഇലക്ട്രോണിക്സ് ബിസിനസ്സുമായുള്ള ബന്ധത്തിൽ എന്നെ അംഗീകരിക്കുന്നു, ഇപ്പോഴും ആക്കിയിരിക്കുന്നു. എന്നാൽ സ്വർഗീയമായും ഞാനൊരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സാണ് ഫാദേഴ്സ് ബിസിനസ്. എന്റെ കർത്താവായ യേശു ക്രിസ്തു എന്താണോ ചെയ്തത് അതേ ശുശ്രൂഷയാണ് സ്വർഗത്തിലെ ദൈവം എന്നിലൂടെ ചെയ്യും. അപ്രതീക്ഷ നന്നോണം പ്രിയ കുര്യാക്കോസ് എന്നെ ഇവിടെ കാണാൻ ശ്രദ്ധയെ സഹായിച്ചു. എന്റെയൊക്കെ വളർച്ചയുടെ തുടക്കത്തില് അദ്ദേഹത്തിൻ്റെയൊക്കെ അടുക്കൽ ആത്മീയത്തിന്റെ ഒരു പക്ഷെ പറയാം ആദ്യ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാൻ സഹായിച്ചു. ഇവിടെ കാണാനിടയായ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോൾ തന്നെ എന്നെ ഈ ശബ്ദം കാഴ്ചപ്പെടുത്തിയിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഏവരോടും പറയട്ടെ, എന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് യേശുക്രിസ്തു ശുശ്രൂഷയാണോ ഇവിടെ ആരംഭിച്ച് തുടർന്ന് നമ്മൾ ഏൽപ്പിച്ചിട്ട് പോയത് ആ ശുശ്രൂഷയുടെ തുടർച്ചയാണ്. ആ ശുശ്രൂഷയുടെ തുടർച്ചയായതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന അതേ തലത്തിലുള്ള ഒരു ശുശ്രൂഷ ആകണമെന്ന് നിർബന്ധമില്ല. എന്നെ കർത്താവ് ഏൽപ്പിച്ച ആ ശുശ്രൂഷയുടെ തലങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിത്വത്തെയും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ എത്തിക്കാൻ സഹായിക്കുകയാണ്. അതിനായി നമുക്കൊരു വളർച്ച ആവശ്യമാണ്. ആ വളർച്ച എന്ന് പറയുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്നുള്ളതാണ്. അപ്പൊ ലക്ഷ്യം സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ എത്തുന്നതാണ്. വളർച്ച ക്രിസ്തുവാകുന്ന തലയോളം വളർത്തുന്നതാണ്. ഹല്ലേലൂയ. പിന്നെ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എന്നെ അടിക്കാനുള്ള വടി ഞാൻ നിങ്ങളുടെ കയ്യിൽ തരും. വിശുദ്ധ ബൈബിളിലെ വചനപ്രകാരമല്ലാതെ ഒരു വാക്ക് പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് വചനം കൊണ്ട് എന്നെ അടിച്ച് തിരുത്താം. കാരണം ഞാനെല്ലാം തികഞ്ഞ ഒരു വ്യക്തിയല്ല. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഒരു വിഷയം ചിന്തിക്കുന്ന ഇങ്ങനെ ആരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് എന്നെ തിരുത്താവുന്നതാണ് വചനത്തിലൂടെ. അല്ല എങ്കിൽ ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ അനുസരിച്ച് മാനസാന്തരപ്പെടുവാൻ ഈ കേൾക്കുന്നവർ തയ്യാറാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അല്പസമയമാണ് വചനത്തിന് വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കീ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആ ശുശ്രൂഷയിലേക്ക് കടക്കാം. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 52-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് ശുശ്രൂഷയിലേക്ക് കടക്കാം. ലൂക്കോസ് 11:52 യേശു ക്രിസ്തു ദൈവദാസന്മാരെ ശാസിച്ചു പറയുന്ന രംഗമാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരും
ലൂക്കോസ് 11:52. ന്യായശാസ്ത്രന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. നിങ്ങൾ തന്നെ കടക്കുന്നില്ല, കടക്കുന്നവരെ കടത്തി കളഞ്ഞു. ശ്രദ്ധിച്ചേ, ഇതൊന്നും സാധാരണപ്പെട്ട ഒരു ചർച്ചിലും പ്രസംഗിക്കാൻ ഒരാളും ധൈര്യപ്പെടാത്തൊരു വചനമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്താ ജീവിത ലക്ഷ്യം? ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു, സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ എത്തുക. ഇതാ യേശു പറഞ്ഞ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായി ഞാനും നിങ്ങളും പ്രിയ മക്കളെ നാം തിരിച്ചറിയണം നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്, അതിനുള്ള വളർച്ച എന്താണ്. ഒരു ക്രിസ്ത്യാനിയായി നമ്മുടെ വളർച്ചയുടെ പൂർണ്ണത എന്താണ് നിങ്ങൾ തിരിച്ചറിയണം. ചുമ്മാ കസേരയിലൊന്നും ഇരുന്നാൽ പോരാ. കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ ശ്വാസം തീരും. അതിനു മുമ്പ് നമ്മളുടെ ജീവനം നേടിക്കൊള്ളണം. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്ന യേശു ക്രിസ്തുവിന്റെ തലയോളമാണ്. ഹല്ലേലൂയ. എന്നാൽ അതല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം. ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിലൂടെ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ്. ഇത് വ്യക്തതയോടെ തിരിച്ചറിയാം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവദാസന്മാരോട് യേശു ക്രിസ്തു പറയാണ്, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. ആര്? ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറയുന്ന ശാസ്ത്രിമാരും പരീശന്മാരും പരിജ്ഞാനത്തിന്റെ താക്കോൽ സഭയിൽ നിന്ന് എടുത്തു കളഞ്ഞു. ഞാൻ പറയുന്ന വേടല്ല, യേശു കർത്താവ് പറയുന്ന വേട. ശ്രദ്ധിച്ചു കേൾക്കാം. അതുകൊണ്ട് എന്തുണ്ട് ഗുണം? അതുകൊണ്ട് നിങ്ങളുടെ സകല ആത്മീയ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് നിങ്ങൾ നരകത്തിലേക്ക് പോകും. സഭയോടെ മനസ്സിലാക്കുക, ഒരല്പ ജീവിതമേ നമുക്കിവിടെ ഉള്ളൂ, ഒരല്പ സമയമേ ഉള്ളൂ. ഈ സമയം നമ്മളുടെ റോൾ മോഡൽ കർത്താവായ യേശു. ആ യേശുവിനെ അനുഗമിച്ച് അനുസരിച്ച് നാം പോകാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ നഷ്ടപ്പെടും. അപ്പൊ ചുറ്റുമുള്ളവരോ സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ അവരെയൊക്കെ ബഹുമാനിക്കുക, അവരെയൊക്കെ സ്നേഹിക്കുക. പക്ഷെ യേശുവിനെ അനുസരിക്കുക, അനുഗമിക്കുക. ഈ ഒരു പ്രിൻസിപ്പിൾ നാം നിന്നില്ല എങ്കിൽ സമൂഹത്തെ പ്രസാദപ്പെടുത്താൻ നാം പോയാൽ നാം വീണുപോകും. സമൂഹം അവർ സെബത്തേരി കാൻഡിഡേറ്റ്സ് ആണ്, അവർ മരണമുള്ളവരാണ്. എന്നാൽ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചവനാണ്. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക, സമൂഹത്തെ സ്നേഹിക്കുക. ഹല്ലേലൂയ. സമൂഹമല്ല നമുക്ക് നാളെ കയറിക്കിടക്കാൻ ഒരു സ്വർഗരാജ്യം തരുന്നത്, നമ്മുടെ കർത്താവ് യേശുവാണ്. അതുകൊണ്ട് യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടെടുത്ത് മുന്നോട്ടേക്ക് പോകുക. ഹല്ലേലൂയ. ജയം പ്രാപിക്കേണ്ടതിനെ ജയിച്ചു മുന്നോട്ടേക്ക് പോകണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് വ്യക്തതയോടെ പറയുകയാണ്, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. എങ്ങോട്ട് കയറാനുള്ള പരിജ്ഞാനത്തിന്റെ താക്കോൽ? തൊട്ടടുത്ത് സ്വർഗരാജ്യത്തിൽ കയറാനുള്ള പരിജ്ഞാനത്തിന്റെ താക്കോൽ. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ തന്നെ കടക്കുന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു. നിങ്ങൾ കടക്കില്ല, കാരണം നിങ്ങൾ പ്രസംഗിക്കുന്ന മുഴുവൻ ബൈബിളാണ്. ബൈബിള് പ്രസംഗിച്ച് 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 നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ നിങ്ങൾ കടക്കാൻ സമ്മതിക്കുന്നുമില്ല. ശ്രദ്ധിച്ചേ, ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. ഇത് ശ്രദ്ധയോടെ കേട്ട് നമ്മൾ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടാൻ വിധേയമാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ പ്രസംഗത്തിലൂടെയല്ല, ജീവിതത്തിലൂടെ വരച്ച് കാണിക്കും. ഹല്ലേലൂയ. നമ്മുടെ ശബ്ദത്തെക്കാൾ ഉയർന്ന് സംസാരിക്കുന്ന നമ്മുടെ ജീവിതമാണ്. വ്യക്തതയോടെ ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കുക. ഇതാ കഴിഞ്ഞ ദിവസം പ്രിയ അഭിലാഷ് ബ്രദറ് കഴിഞ്ഞ ഒരു 10-15 ദിവസം ഭയങ്കര മഴ പെയ്ത് ചുറ്റും വെള്ളം. അപ്പോ ചുറ്റും വെള്ളം, തന്റെ വീട് ചുറ്റും വെള്ളമാണ്. കോട്ടയത്താണ്, ചുറ്റും വെള്ളമാണ്. എങ്ങും ഇറങ്ങാൻ വയ്യ, എവിടെ നോക്കിയാലും വെള്ളം. ഉടനെ അദ്ദേഹം ഇത്തിരി കുടിക്കാനായിട്ട് ആ ടാപ്പ് തുറത്തിൽ വെള്ളം എടുക്കാൻ വേണ്ടി ടാപ്പ് തുറന്നപ്പോൾ ടാപ്പിൽ മാത്രം വെള്ളമില്ല. പക്ഷെ എന്തുവാ, ചുറ്റും വെള്ളം, ചുറ്റും വെള്ളം. പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. ചുറ്റും വെള്ളം, പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. ഇതേപോലെ നമുക്ക് ഇത് ചുറ്റും വചനം, എവിടെ നോക്കിയാലും വചനം. വാട്സപ്പിൽ വചനം, ഫേസ്ബുക്കിൽ വചനം, ട്വിറ്ററിൽ വചനം, ടിവിയിൽ വചനം, യൂട്യൂബിൽ വചനം. പക്ഷെ ജീവൻ തരുന്ന വചനം കാണാനേ ഇല്ല. നിത്യജീവന്റെ മൊഴികൾ
കാണാനേ ഇല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു ഇത് ജഡത്തിലെ പരിച്ഛേദനമോ അല്ല, അഗ്രഹമോ അല്ല കാര്യം. ഇനി വെള്ളയെടുപ്പം മീശ പിടിക്കലല്ല കാര്യം. പുതിയ സൃഷ്ടി അത്ര കാര്യം. എന്നാൽ ക്രിസ്തീയ ബുക്ക് ഷോപ്പിലേക്ക് ചെന്നാൽ പുതിയ സൃഷ്ടി ഒരൊറ്റ പുസ്തകം കാണത്തില്ല. കാര്യത്തിലേക്ക് മനുഷ്യൻ കടക്കത്തില്ല. പരിജ്ഞാനമില്ലാത്തതിനാൽ. ആർക്കാ? പുരോഹിതന്മാർക്ക് പരിജ്ഞാനമില്ലാത്തതിനാൽ ദൈവം പറഞ്ഞു എന്റെ ജനം നശിച്ചു പോകും. ഇവിടെ കർത്താവ് യേശു പറയുന്നു നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കാണും. എവിടെ നോക്കിയാലും വെള്ളം, പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. ചുറ്റും നോക്കിയാൽ വെള്ളമാണ്, എന്നാൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. ചുറ്റും നോക്കിയാൽ വചനമാണ്, എന്നാൽ ജീവൻ തരുന്ന വചനമില്ല. നിത്യജീവൻ തരുന്ന വചനമില്ല. എവിടെ? യൂട്യൂബിൽ വചനം, ഫേസ്ബുക്കിൽ വചനം, ട്വിറ്ററിൽ വചനം, ടിവിയിൽ വചനം, യൂട്യൂബിൽ വചനം, ഫേസ്ബുക്കിൽ വചനം, ട്വിറ്ററിൽ വചനം, ടിവിയിൽ വചനം. എങ്ങ് നോക്കിയാലും വചനമാണ്, എന്നാൽ ജീവൻ തരുന്ന വചനമില്ല. നിത്യജീവൻ തരുന്ന വചനമില്ല. യേശു നോക്കുമ്പോ ഈ ശാസ്ത്രിമാര്, ഈ പരീക്ഷന്മാര് രാവിലെ സിനഗോഗിൽ പോയി ഇതാ ബൈബിളും വായിച്ചിട്ടേ വന്നേക്കണേ. എല്ലാം വചന. പക്ഷെ ഇവരുടെ വചനത്തിൽ ഒരെണ്ണം പോലും ദൈവരായിട്ട് കാണത്തില്ല. ഇതാ യേശു പറയുന്നത്, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു, നിങ്ങൾ തന്നെ കടക്കുന്നില്ല, കടക്കുന്നവരെ തടുത്ത് കളഞ്ഞു. ഇതൊന്നും ഒരു ചർച്ചിലും പ്രസംഗിക്കാൻ ധൈര്യമുള്ള സ്പിരിച്വൽ സ്പൈനുള്ള ഒരുവനെ കാണാൻ ഈ കാലത്ത് കുറവാണ്. ഹല്ലേലൂയ. കാരണം അവരുടെ സപ്പോർട്ടിൽ നിൽക്കുന്നവർ എങ്ങനെ ഇതൊക്കെ വിളിച്ചു പറയും? ദൈവത്തിന്റെ സപ്പോർട്ടിൽ നിൽക്കുന്നവർ മാത്രമേ ഇത് വിളിച്ചു പറയാൻ പറ്റൂ. അവർ ചോദ്യം ചെയ്യപ്പെടാൻ തയ്യാറാ. ബൈബിളിന് വിരുദ്ധമായി ഒരക്ഷരം വേണ്ടിയ നിങ്ങൾക്ക് വചനം കൊണ്ട് ഞങ്ങൾ അടിക്കാം. ബൈബിളിലെ വചനമാണ് സത്യം. നമ്മുടെ ജീവിതമല്ല സത്യം, ബൈബിളിലെ വചനമാണ് സത്യം. വചനത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ അതാണ് സത്യത്തിൻ്റെതായ പ്രദർശനം. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറെ കലാപരിപാടി നടത്തിയതോട് ദൈവരാജ്യം കയറുന്നില്ല. ഇതാ യേശുക്രിസ്തു വ്യക്തതയോടെ പറയുന്നേ, നിങ്ങളുടെ കർത്താവേ എന്നും പറഞ്ഞാൽ അവനല്ല ദൈവരാജ്യം കയറുന്നത്, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യും. ഇത് പിതാവിന്റെ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അറിയാവുന്ന എത്ര സഭാവിശ്വാസികളുടെ സഹോദരങ്ങളെ? നമ്മൾ നമ്മുടെ കാര്യം നോക്കട്ടെ. ഒരു പിതാവ് സാമൂഹ്യ പ്രവർത്തകനായ തന്റെ മകനോട് പറഞ്ഞത് എങ്ങനെയാണ്? എടാ, രാവിലെ 7 മണിയാകുമ്പോ ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ച പുട്ടും ഇഡലിയും കഴിച്ച് നീ ഇറങ്ങും. രാത്രി 11 മണിയാകുമ്പോ കയറി വരും. കരക്കാരുടെ കാര്യം നോക്കി. നിനക്ക് നിന്റെ കാര്യം നോക്കണ്ടേ? എന്റെ സഹോദരങ്ങളെ, സ്നേഹത്തോടെ ഞാൻ ചോദിക്കുക, നമുക്ക് നമ്മുടെ കാര്യം നോക്കട്ടെ. ആരാ ദൈവരാജ്യം അവകാശമാക്കുന്നതെന്ന് യേശു പറഞ്ഞേ? പാട്ടുപാടുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ഉപവാസ പ്രാർത്ഥന. വളരെ വ്യക്തതയുടെ യേശു മത്തായി 8:21 സിലബസ് പറഞ്ഞു, എന്നെ കർത്താവെ എന്ന് വിളിക്കുന്നവനും അല്ല. പിന്നെ ആരാ? സ്വർഗസ്ഥനായ എന്റെ. യേശു മറ്റൊരാളെ റെഫർ ചെയ്യുക. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ സ്വർഗരായിട്ട് പ്രവേശിക്കുള്ളൂ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. കാരണം നിങ്ങൾ ക്രിസ്തുവിൽ എന്റെ ഒരു ഭാഗമാണ്. നമ്മളെല്ലാം ക്രിസ്തുവിന്റെ കൂട്ടവയവങ്ങളാണ്. ഈ സിലബസ് നമുക്കറിയും. പിതാവിന്റെ ഇഷ്ടം, ഈ പിതാവിന്റെ ഇഷ്ടമാണ് വിശുദ്ധ പൗലോസ് പുസ്തകം പറഞ്ഞത്. അത് പരിച്ഛേദനമല്ല, അഗ്രഹമല്ല, ജഡത്തിലെ നിയമങ്ങളൊന്നുമല്ല, പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടിയാണ് ക്രിസ്ത്യാനിരൂപന്മാരായ ദൈവപുത്രന്മാർ. ഇതിനെക്കുറിച്ച് നാം അറിയണം. ഈ പരിജ്ഞാനം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ പൗലോസ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ ദൈവം സകലത പുതിയതാകുന്നു. പക്ഷെ നമ്മുടെ എവിടെ പുതിയത്? നമ്മളിന്നും പഴയത് കളിയല്ലേ? ഇത് പുതിയതും കൊണ്ട് യഥാർത്ഥ ക്രിസ്തുവിന്റെ നവീകരണ സുവിശേഷം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ദൈവരാജ്യ സുവിശേഷമായി വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാമോ സഭ എന്താ ചെയ്യണേന്ന്? സഭയിൽ നല്ല ദൈവദാസന്മാരുണ്ട്, എന്നാൽ ഇതിന്റെ ഇടയിൽ കാപ്പട്യന്മാരും അകത്തുണ്ട്.
കാപ്പട്യന്മാർ. ഈ കാപ്പട്യന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? ഉടനെ യേശുവിനെ പുറത്താക്കിയതുപോലെ അവർ വാക്കുകളിൽ പിടിച്ച് അവരെ പുറത്താക്കും. സത്യത്തിന് സാക്ഷി നിൽക്കുന്ന ഏവനെയും വാക്കുകളിൽ കുലുക്കി പുറത്താക്കും. എന്തിനാണെന്നറിയാമോ? യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷത്തിന്റെ ശ്രേഷ്ഠത ഈ ജനം അറിയരുത്. ദൈവരാജ്യത്തിലെ പൗരനായ പുതിയ സൃഷ്ടിയെ കുറിച്ച് ഇവരറിയരുത്. ഇവർ പഴയതിൽ കിടന്ന് കളിച്ചു പോകണം. പഴയതോ ദൈവം നീക്കിക്കളഞ്ഞത്, അതിൽ കിടന്ന് കളിച്ചു പോകണം. അവർ ഈ ജലത്തിലെ നന്മകളെ കിടന്ന് കളിച്ചു പോകണം. അവർ ന്യായ പ്രമാണത്തിൽ കിടന്ന് കളിച്ചു പോകണം. ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് അവർ എത്തരുത്. ദൈവരാജ്യം എന്ന യേശു പ്രസംഗിച്ച സുവിശേഷത്തിൽ അവർ എത്തരുത്. ദൈവരാജ്യത്തിലെ പൗരനായ പുതിയ സൃഷ്ടിയിലേക്ക് അവർ എത്തരുത്. പിശാച് ജയിച്ചിരിക്കുന്നു. ഇന്ന് സഭയ്ക്ക് ദൈവരാജ്യം എന്തെന്ന് അറിയത്തില്ല. ദൈവരാജ്യത്തിലെ നിയമമായ ആത്മാവിന്റെ നിയമം എന്തെന്ന് അറിയത്തില്ല. ഇതാ ദൈവവചനം പറയുന്നത്. ഇത് ന്യായപ്രമാണവും പരിച്ഛേദനമൊന്നുമല്ല. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ള കേൾക്കില്ല. അതെന്താ സഭയ്ക്ക് അറിയില്ല. ദൈവരാജ്യത്തിലെ പുതിയ സൃഷ്ടി എന്താ സഭയ്ക്ക് അറിയില്ല. ഈ പരിജ്ഞാനം അവർക്ക് മറഞ്ഞിരിക്കുന്നു. എന്നാ കർത്താവ് പറഞ്ഞു, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. തൊട്ട് താഴെ കർത്താവ് പറയുന്നുണ്ട്, ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. ഹല്ലേലൂയ. പരീശന്മാർ ഒരു ഭാഗത്ത് അകത്ത് തിന്മകൾ നിറച്ചിട്ട് പുറത്ത് വെള്ളയുടുപ്പ് ധരിച്ച് വെള്ള ഉടുപ്പിട്ടിരിക്കുന്ന ഇതാ നല്ല വെള്ള തേച്ച ശവകുടീരങ്ങളെ പോലെ പോയിരിക്കുന്നു. യേശു പറഞ്ഞു, വെള്ള തേച്ച കുഴിമാടങ്ങളെ. മറുഭാഗത്ത് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ക്രിസ്തുവിലൂടെ വിളിച്ചു പറഞ്ഞ സുവിശേഷമായ ദൈവരാജ്യം, അത് ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും കൊണ്ടുവരാതെ പിശാച് ഇതാ മനുഷ്യന്റെ മനസ്സിനെ കുരുടാക്കി. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ പോയി അവസാനം നശിക്കരുത്. നമ്മുടെ ശ്വാസം എപ്പോ തീരും? ഇതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇറ്റ്സ് എ പ്രീ ക്വാളിഫൈങ് ലൈഫ്. ഡിഗ്രിക്ക് മുമ്പുള്ള ഡിഗ്രിയാണ് പ്രീ ഡിഗ്രി. ഇതേപോലെ യഥാർത്ഥ ജീവിതത്തിന് മുമ്പുള്ള ജീവിതം മാത്രമാണിത്. ഈ ജീവിതമല്ല യഥാർത്ഥ ജീവിതം. ഈ ജീവിതം നമ്മൾ ജീവിക്കാൻ യോഗ്യരാണെന്ന് തെളിയിക്കാനുള്ള ജീവിതമാണ്. ഇവിടുന്ന് ജയിക്കുന്നവനാണ് ഇത് അവകാശമാക്കുന്നത്. ഞാൻ അവന് ദൈവം, അവനെനിക്ക് മകനുമായിരിക്കും. ഇതാണ് വെളിപ്പാട് 21:7 പറയുന്നത്. അപ്പൊ ഈ ലോക ജീവിതത്തിൽ ജയം പ്രാപിക്കണം. ഹല്ലേലൂയ. കർത്താവ് യേശുവിന്റെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചത് ഏറ്റവും ആവശ്യകരമായ കാര്യമാണ്. അത് ജയിക്കാനുള്ള ആദ്യ സ്റ്റെപ്പാണ്. എന്നാൽ അതുകൊണ്ട് നാം ജയം പ്രാപിച്ചിട്ടില്ല. നാം ജയിക്കണം. അവസാനം ക്രിസ്തു നമ്മളെ തുപ്പിക്കളയാതെ നമ്മളെ സ്വീകരിക്കണം. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനായ നിന്നെ ഞാൻ എന്റെ വായിൽ തുപ്പിക്കളയുന്ന അവസ്ഥയിലേക്ക് പോയാൽ നമ്മൾ നമ്മുടെ ജീവിതം നേടുകയില്ല. പകരം ഈ നാളുകളിൽ അങ്ങനെ ക്രിസ്തുവെ അനുഗമിച്ച് ക്രിസ്തുവിനെ ധരിച്ച് മുന്നോട്ടേക്ക് പോകണം. എന്നോട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ ഇവിടെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഒരല്പസമയം കൊണ്ട് വലുതായിട്ടൊന്നും എനിക്ക് പറയാനൊന്നും കഴിയില്ല. എങ്കിലും നിങ്ങൾ സുവിശേഷം എന്തെന്നറിയണം, രക്ഷ എന്തെന്നറിയണം. എന്നാൽ അതിനെ തടുക്കുന്ന സഭയുടെ ഉള്ളിൽ ഇരിക്കുന്ന ഫോഴ്സ് എന്ന് നിങ്ങൾ അറിയണം. യേശുവിനെ തടുത്ത അതേ ഫോഴ്സ് നിശക്തമായി സഭയുടെ ഉള്ളിലുണ്ട്. അതേ ഫോഴ്സ് ഇത് അവിടെ താഴെ എത്തിയിരിക്കുകയാണ്. വായിച്ചതിന്റെ താഴെ 11:52 നാം വായിച്ചതെങ്കിൽ, ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. എവിടെന്ന്? സഭയിൽ നിന്ന്, ദൈവമക്കളുടെ ഇടയിൽ നിന്ന്. നിങ്ങൾ തന്നെ കടക്കുന്നില്ല, കടക്കുന്നവരെ തടുത്തു കളഞ്ഞു. വീണ്ടും കർത്താവ് പറയാണ്, അവിടുത്തെ അവസ്ഥ അവനെന്താ ചെയ്യുന്നതാണ് എഴുതിയിരിക്കുക. അവൻ അവിടെ വിട്ടുപോകുമ്പോൾ, ക്രിസ്തു സത്യത്തിന് സാക്ഷി നിൽക്കാവുന്ന ക്രിസ്തു അവിടെ വിട്ടുപോകുമ്പോൾ, ശാസ്ത്രിമാരും പരീശന്മാരും ആരവര്? ദൈവദാസന്മാർ. അവനെ ക്രിസ്തുവിനെ അത്യന്തം വിഷമിപ്പാൻ. അപ്പൊ ദൈവദാസന്മാർക്ക് എന്താ ചിന്ത? സത്യം പറയുന്ന ക്രിസ്തുവിനെ അത്യന്തം വിഷമിപ്പാനും അവന്റെ വായിൽ നിന്ന് വല്ലതും പിടിക്കാമോ എന്ന് വെച്ച്. ആരുടെ വായിൽ നിന്ന്? അപ്പൊ യേശു എന്തിനാ വന്നേ? സത്യത്തിന് സാക്ഷി നിൽക്കാൻ. യേശു പീലാത്തോസിനോട് പറയാണ്, ഞാൻ വന്നത് സത്യത്തിന് സാക്ഷി നിൽക്കാനാണ്. സത്യ താല്പര്യരായവരൊക്കെയും, എല്ലാവരും ഇല്ല, സത്യ താല്പര്യരായവരൊക്കെ എന്റെ വാക്ക് കേൾക്കുന്നു. ഈ പരീശന്മാരും ശാസ്ത്രിമാരും എന്തിനാ സഭയിലുള്ളത് നിൽക്കണേ? സത്യത്തെ അറിയിക്കാൻ. പക്ഷെ ഈ വന്നേക്കണതാരാ? സാക്ഷാൽ സത്യമായ ക്രിസ്തു. സത്യമായ ക്രിസ്തു വന്നപ്പോ ഇവരെന്താ ചെയ്യണേ?
ഇതാ ഇവരുടെ ഒരു കൂട്ടം, എല്ലാ പരീശന്മാരും ശാസ്ത്രിമാരും ഒന്നല്ല, ഇവരുടെ ഒരു വമ്പൻ കൂട്ടം ശാസ്ത്രിമാരും പരീശന്മാരും ക്രിസ്തുവിനെ അത്യന്തം അശുദ്ധിപ്പാനും അവന്റെ വായിൽ നിന്ന് വല്ലത് പിടിക്കാമോ എന്ന് വെച്ച് അവനായി പതിയിരുന്നുകൊണ്ട് പലതിനെയും കുറിച്ച് കുടുക്ക് ചോദ്യം ചോദിപ്പാനും തുടങ്ങി. അപ്പൊ ആരെ പിടിക്കണം? സ്വർഗീയ പിതാവിന്റെ അടുക്കൽ നിന്ന് രക്ഷകനായ തന്റെ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു സത്യത്തിന് സാക്ഷി നൽകാൻ. അപ്പൊ സഭയുടെ ഉള്ളിലുള്ള ദൈവദാസന്മാരിൽ നല്ലൊരു പങ്കിനെ ലക്ഷ്യം എന്താ? ഇവരെ കുറിച്ച് കർത്താവ് പറയുന്ന കാപ്പട്യന്മാരെ, നിങ്ങൾ മറച്ചു വെച്ചതൊന്നും പുറത്തു വരാതെ ഇരിക്കത്തില്ല. ഇങ്ങനെ ഒരു സിസ്റ്റം യേശു വന്നപ്പോ ഇവിടെ ഉണ്ടായെങ്കിൽ ആ സിസ്റ്റം ഇന്ന് ശക്തിയോടെ ഇപ്പോഴും ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ ക്രിസ്തുവിന്റെ സന്ദേശമായിട്ടല്ല, നിങ്ങളുടെ സ്വന്തം സന്ദേശമായിട്ട് ചെന്നാൽ അവർ നിങ്ങളെ സ്വീകരിക്കും. പക്ഷേ ദൈവത്തിന്റെ സന്ദേശമായി ചെന്നാൽ അവർ നിങ്ങളെ സ്വീകരിക്കത്തില്ല, നിങ്ങളെ അവർ പുറത്താക്കും. അതാണ് ക്രിസ്തു പറഞ്ഞേ യോഹന്നാൻ 16-ൽ, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. എവിടെ നിന്ന് ഭ്രഷ്ടരാക്കും? പള്ളിയിൽ നിന്ന് പുറത്താക്കും. ഹല്ലേലൂയ. ആരെ? യേശുവിനെ അനുഗമിക്കുന്നു. അല്ലാത്തവർക്ക് കുഴപ്പമില്ല. സത്യത്തിൽ നീ യേശുവിന്റെ പറയാൻ പോണോയോ, യേശുവിനുണ്ടായ അതേ അവസ്ഥയായിരിക്കും നിനക്ക് ഉണ്ടാകുന്നത്. പച്ചമരത്തോട് ഇങ്ങനെയെങ്കിലും ഉണങ്ങിയതിനോട് എത്ര അധികം. എന്റെ കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ജീവിതത്തിൽ ഒരുപക്ഷെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടുണ്ടാകത്തില്ല. ഒരു ദേവദാസ് എന്നിട്ട് പറയുന്നേ, ഞാൻ ബൈബിളിലെ വചനപ്രകാരം അല്ല പറയുന്നെങ്കിൽ വചനം കൊണ്ട് നിങ്ങൾക്ക് എന്നെ അടിക്കാം. എന്നെ ചെയ്യാ നിങ്ങൾക്ക് ബൈബിളിൽ വചനം കൊണ്ട് മാത്രമായിരിക്കും, വേറെ ഒന്നും കൊണ്ടുവരരുത്. ഇത് ശ്രദ്ധിക്കുക. എന്റെ ശുശ്രൂഷ എന്ന് പറയുന്ന മത്തായി 24:14. എന്താ മത്തായി 24:14 അറിയാമോ? യേശു പ്രസംഗിച്ചു പോയ അതേ സുവിശേഷം അറിയുക. മത്തായി 24:14 ഇതാണ് രാജത്വത്തിന്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിൽ എല്ലായിടവും പ്രസംഗിക്കപ്പെടും, അതോടെ യുഗം അവസാനിക്കും. എന്താ ഈ രാജത്വത്തിന്റെ സുവിശേഷം? പ്രിയ സഹോദരങ്ങളെ, രാജത്വത്തിന്റെ സുവിശേഷം അത് പ്രസംഗിച്ച വ്യക്തി യേശു ക്രിസ്തുവാണ്. എന്നാൽ രാജത്വത്തിന്റെ സുവിശേഷമല്ല ഇന്ന് സുവിശേഷ വേദികളിൽ പ്രധാനമായി കേൾക്കുന്നത്. സുവിശേഷ വേദികൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നു. നല്ല കാര്യം, യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചേ പറ്റും. കാരണം ആകാശരകയിൽ മനുഷ്യരുടെ മനുഷ്യരക്ഷയ്ക്കായി യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമം ഇല്ല. പക്ഷെ ഒരു കാര്യം, മനുഷ്യരക്ഷയ്ക്കായി യേശു ക്രിസ്തുവിന്റെ നാമമാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. എന്നാൽ എന്താണ് യേശു പ്രസംഗിച്ച സുവിശേഷം? അത് നാം അറിയിക്കണ്ടേ? യേശു പ്രസംഗിച്ച സുവിശേഷം താൻ ക്രൂശിൽ മരിച്ചെന്നല്ല. യേശു പ്രസംഗിച്ച സുവിശേഷം ഇതാ ഞാൻ മരിച്ചു, എന്നെ കർത്താവ് എന്ന് നിങ്ങൾ വാഗോട്ട് ഏറ്റുപറയും, ഇതൊന്നും അല്ല യേശു പ്രസംഗിച്ച സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷം രാജത്വത്തിന്റെ സുവിശേഷം. ഇത് തിരിച്ചറിയുക. 3.5 വർഷം യേശു പ്രസംഗിച്ച ശേഷം ഈ സുവിശേഷത്തിലേക്ക് നാം എത്തിച്ചേരാൻ യേശു കാൽവരിയിൽ ക്രൂശിൽ പോയി യാഗമായി ജീവനുള്ള പുതിയ വഴിയെന്നോ. മനസ്സിലാവുന്നുണ്ടോ? യേശു പ്രസംഗിച്ച സുവിശേഷം രാജത്വത്തിന്റെ സുവിശേഷമാണ്. മത്തായി 24:14 ശബ്ദം ഉയർത്തി എടുത്തെങ്കിലും ഒന്ന് വായിച്ചാടെ, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. രാജത്വത്തിന്റെ ഈ സുവിശേഷം ഇത് യേശു ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമാണ്. എന്താണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം? ഇതാണ് യേശു പ്രസംഗിച്ചത്. ആ രാജത്വത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ദൈവം, സൃഷ്ടാവായ ദൈവം, മനുഷ്യരാരും കാണാത്ത താൻ മാത്രം അമർത്യതയുള്ള അടുത്തുകൂടാൻ കഴിയുന്ന പ്രകാശത്തിൽ വസിക്കുന്ന ആ ദൈവം നമ്മോട് കൂടെ ജീവിപ്പാൻ വസിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സന്ദേശമാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. അപ്പൻ നമ്മോടുകൂടെ വസിപ്പാൻ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇനി ബൈബിൾ തീരണം എങ്ങനെയാണെന്നറിയാമോ? ഈ ആഗ്രഹം സാധിച്ചാണ് ബൈബിൾ തീരുന്നത്. വെളിപ്പാട് 21:3 വരുമ്പോ അവിടെ പറയാണ്, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അതെന്താണ് അവിടെ എഴുതിയിരിക്കുന്നു? അതിന്റെ എക്സ്പ്ലനേഷൻ. ദൈവം മനുഷ്യരോട് കൂടെ പാർക്കും. സന്തോഷമുണ്ടോ? ദൈവം മനുഷ്യരോട് കൂടി ജീവിക്കും. സന്തോഷമുണ്ടോ?
ഇന്ന് മോളെ ദേവദാസനെ നീ നിന്റെ ഭാര്യയോടുകൂടെ, ഭർത്താവിനോടുകൂടെ, അപ്പനോടുകൂടെ, ഇതാ മക്കളോടുകൂടെ ഇവിടെ ഇരിക്കുന്നു. ഏത് ഭാര്യ? മരണമുള്ള ഭാര്യ. ഏത് ഭർത്താവ്? മരണമുള്ള ഭർത്താവ്. ഏത് മക്കൾ? മരണമുള്ള മക്കൾ. എന്നാൽ നാളെ ഇവരെല്ലാവരും സെമത്തേരിയിലേക്ക് അവസാനിക്കുമ്പോൾ മരണം ഇവരെ പിടിച്ചു വീഴുന്നുണ്ടോ? ദൈവത്തിന്റെ ഒരു സ്നേഹ സന്ദേശമാ. മോളെ ഞാൻ നിനക്ക് വേണ്ടി കൊതിക്കുന്നു. എന്റെ ഹൃദയം നിന്നെ കാത്തിരിക്കുകയാണ്. ആ ധൂർത്തപുത്രന്റെ കഥയിലെ അപ്പൻ ആ മകന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വരിക, എന്നോടൊപ്പം താമസിക്കാനുള്ള ഇൻവിറ്റേഷനാണ് എന്റെ മകനായ ക്രിസ്തുവിലൂടെ ഞാൻ നിന്നെ അറിയിച്ച സുവിശേഷം. എന്നാൽ ഇന്ന് ലോകം അതിനെ മുക്കി, പിശാച് അതിനെ മുക്കി. ഇതാണ് ഞാൻ 3 വർഷം പറഞ്ഞ സന്ദേശം. ഹല്ലേലൂയ. ആ 3 വർഷം പറഞ്ഞ സന്ദേശത്തിൽ ദാവീദിന്റെ പുത്രനായി യേശു ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റതല്ല സന്ദേശം. മനസ്സിലാക്കുക. എന്നാൽ ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ, എന്റെ മകന്റെ മരണത്തിലൂടെ മാത്രമേ കഴിയൂ. മനസ്സിലായോ? ദൈവപിതാവിനോടുകൂടെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് കഴിയത്തില്ല. കാരണം പാപനിമിത്തം നമ്മുടെ പൂർവ്വപിതാവെ ആദത്തെയും ഹവ്വയെയും ദൈവസാന്നിധ്യത്തിൽ പുറത്താക്കി. പാപനിമിത്തം. എന്നാൽ ആ പാപത്തിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമ്മളെ തിരികെ കയറ്റാൻ പറ്റൂ. അതുകൊണ്ട് തന്റെ 3.5 വർഷത്തെ സുവിശേഷ പ്രസംഗത്തിന് ശേഷം യേശു ക്രിസ്തു പിതാവിനെ അനുസരിച്ചുകൊണ്ട് അപ്പൊ ആ കഴിയുമെങ്കിൽ മാറ്റിത്തരണമേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങനെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാൽവരി ക്രൂസിലേക്ക് യാത്രയായി. അവിടെ 2 കള്ളന്മാരുടെ ഇടയിൽ ആ യേശു ക്രിസ്തു 2 കൈയും വിരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടെ യാഗമായി തീർന്നപ്പോ, കുഞ്ഞാട് യാഗമായി തീർന്നപ്പോ, കുഞ്ഞാട് എന്നെ മുമ്പിൽ കണ്ടുകൊള്ളൂ. എന്റെ അപ്പനോടുകൂടെ താൻ നേടിയ മക്കളുമായുള്ള ഒരുമിച്ചുള്ള ജീവിതം കണ്ടിട്ട് തന്റെ മുമ്പിൽ വെച്ച സന്തോഷമാർന്ന് അവൻ അപമാനം അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിച്ചു. എന്തിന്? നമ്മളെ നേടേണ്ടതിന്. അവിടെയാണ് കാൽവരി ക്രൂശിലുള്ള രക്ഷ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ നമ്മുടെ രക്ഷകന്റെ കർത്താവുമായി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. എന്തിനാണ് താൻ കാൽവരി ക്രൂശിൽ തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ ഒരു പുതിയ ഹൈവേ, ഒരു ജീവനുള്ള പുതിയ വഴി ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വെട്ടുകയായിരുന്നു തന്റെ അപ്പന്റെ അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, മക്കളെ എന്നെ പിന്തുടരെ. എങ്ങോട്ട്? അപ്പന്റെ അടുക്കലേക്ക്. ഇതുകൊണ്ട് 4 സുവിശേഷങ്ങൾ 25 പ്രാവശ്യത്തിലധികം ദൈവത്തിന്റെ വചനം പറയുന്നു. യേശു പറയാണ്, ഫോളോ മീ, എന്നെ പിന്തുടരെ. പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നുപോയല്ലേ? വളരെ സത്യത്തിൽ താല്പര്യരായി ഏതാനും ദൈവദാസന്മാർ മാത്രം അത് പറയുന്നതല്ലാതെ അത് കേൾക്കാനേ ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, മനസ്സിലാക്കിയാട്ടെ, എന്താണ് സുവിശേഷം, എന്താണ് രക്ഷ, ഇതെന്ന് വ്യക്തതയോടെ മനസ്സിലാക്കാം. വായിച്ച് നിങ്ങളുടെ ബൈബിൾ എല്ലാവരും തുറന്നേ. 1 Thessalonians 5:9-10 വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഈ സുവിശേഷ ലക്ഷ്യം, അതിൽ എന്താണ് രക്ഷ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. 1 Thessalonians 5:9-10 ശബ്ദങ്ങൾക്ക് വായിച്ച്. ദൈവം നമ്മെ കോപത്തിനെല്ലാം തുടങ്ങുന്ന ഭാഗം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. ഈ ഹോളിൽ മാത്രമല്ല, ഇതാ ഈ ശബ്ദ കാഴ്ച പ്രതികളായിരിക്കുന്ന ഓൺലൈനായിരിക്കുന്ന നിങ്ങളുടെ ഏവരുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കട്ടെ. ഇവിടെ നമ്മുടെ ലക്ഷ്യമുണ്ട്, രക്ഷയെ കുറിച്ചും പറയുന്നുണ്ട്. ദൈവം നമ്മളെ കോപത്തിനല്ല വിളിച്ചത്, അടിക്കാനല്ലെന്ന്. പിള്ളേരെ കുസൃത്തരം ചെയ്ത അപ്പനും അമ്മയും വിളിക്കത്തില്ലേ? അപ്പൊ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് വിടും. കാരണം അവർക്ക് പേടി, അടിക്കാനാണ് വിളിച്ചത്. ദൈവത്തിന്റെ വചനം പറയാം, ദൈവം നമ്മളെ കോപത്തിനല്ല വിളിച്ചത്. പിന്നെ എന്തിനാണ്? നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ഇതാണ് സുവിശേഷം. ദൈവത്തോടു കൂടെ ജീവിക്കുന്ന ആ ജീവിതമാണ് നല്ല വിശേഷം. നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ഹല്ലേലൂയ. എന്താണ്? ആരുടെ കൂടെ ജീവിക്കണം? സന്തോഷമുണ്ടോ? മോഹം കടന്നൽ കുത്തിയ പോലെ ആയിരുന്നു.
മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിച്ചാൽ കുറച്ചാൾ ജീവിച്ചിട്ട് പോകേണ്ടത്തേക്ക് പോക്കും. അല്ല, മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ അങ്ങനെയാകാം. അതാണ് സുവിശേഷം. നാം ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്, അതാണ് യേശു 3 ദിവസം പ്രസംഗിച്ചത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവം നിന്നോടുകൂടെ പാർക്കാനുള്ള കാലം സമീപിച്ചു. അതാണ് സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷം, ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടത്. ഇനി നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്ന സുവിശേഷം, ഹല്ലേലൂയ, 2 സുവിശേഷം തന്നെയാണ്. അതിന് വേണ്ടി എന്ത് വേണം? രക്ഷ വേണം. എന്താ താഴേക്ക് വായിച്ചേ? ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തോടുകൂടി ജീവിക്കുക. ചുമ്മാ ഞാൻ വരുന്നു ജീവിക്കാൻ പറ്റൂല. അതിനെന്ത് വേണം? ആദ്യം പാപനിമിത്തമുള്ള മരണത്തിൽ നിന്ന് രക്ഷ വേണം. അത് യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് അവിടെ 2 കാര്യം. നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ രക്ഷപ്പെടാനാണ് നിയമിച്ചാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യവും രക്ഷയും ഒക്കെ വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ പരിജ്ഞാനം നമുക്കില്ലെങ്കിലും, അപ്പോൾ യേശുവിനെ കർത്താവായി ചോദിച്ചു, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ഇനി ആരാധിച്ചു അവിടെ ചെല്ലും. എവിടെ? ഇതൊക്കെ വേണ്ടതാ, ഇതൊക്കെ നല്ലതാ. പക്ഷേ ഈ നല്ലതിൽ നിന്ന് നാം ജയം പ്രാപിക്കണം. എന്ത്? ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സാക്ഷ്യം നിങ്ങൾക്ക് ആവശ്യം. ദൈവ ഇഷ്ടം ചെയ്താലേ വാഗ്ദത്തം കിട്ടുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഈ പരിജ്ഞാനം നമുക്ക് വേണം. ആ സ്വർഗീയ പിതാവിനോടുകൂടെ ക്രിസ്തുവിൽ വേണം നാം ജീവിപ്പാൻ. ക്രിസ്തുവിന്റെ പുറത്ത് അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആദത്തിൽ നാം പുറത്ത്, ക്രിസ്തുവിൽ നാം അകത്ത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പൊ ഈ ദൈവരാജ്യ സന്ദേശം പറഞ്ഞ് നിങ്ങൾക്ക് മരണത്തിനപ്പുറമുള്ളതിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ജനത്തെ. ഇതാ യേശു പറഞ്ഞേ, മക്കളെ, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നുള്ള ഈ അന്വേഷണമൊക്കെ ഉണ്ടല്ലോ, അത് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഇതാ അതിനൊക്കെ ഒറ്റ പരിഹാരം. മുമ്പേ ദൈവത്തോടു കൂടെ ജീവിക്കുന്നതിനെ കുറിച്ച് നീ അന്വേഷിക്കുക. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. അതോടുകൂടെ ഇതൊക്കെ നിനക്ക് ചേർത്ത് നൽകപ്പെടും. ആ സിസ്റ്റം ജനത്തിനൊന്ന് മനസ്സിലായാൽ മതി. ആ സിസ്റ്റം ജനത്തിനൊന്ന് മനസ്സിലായാൽ മതി. ഇതാ പ്രിയ സഹോദരങ്ങളെ, സത്യം നിങ്ങളെ സ്വന്തമാണ്. പക്ഷെ ജനത്തിന് ആ പരിജ്ഞാനം കിട്ടുന്നില്ല. ആ പരിജ്ഞാനം വേണം. അതുമായി ദൈവദാസന്മാരെ ദൈവസഭയിലേക്ക് അയക്കുമ്പോൾ യേശുവിനുണ്ടായ അതേ അനുഭവമാണ്. ഇതാണ് യേശു പറയുന്നത്. അവിടെ യേശുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവൻ അവിടെ വിട്ടുപോകുമ്പോൾ, യേശു അവിടെ വിട്ടുപോകുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും അവനെ അത്യന്തം വിഷമിപ്പിപ്പാൻ, ശാസ്ത്രിമാരും പരീശന്മാരും അപ്പോൾ യേശുവിനെ എന്ത് ചെയ്യാനാ പോണേ? സപ്പോർട്ട് ചെയ്യാനാണോ പോണേ? എങ്ങനെയൊക്കെ ഇവനെ വിഷമിപ്പിക്കാമോ അതേപോലെയൊക്കെ സത്യം സംസാരിക്കണേ വിഷമിപ്പിക്കണം. അങ്ങനെ പറയണം, അവന്റെ വായിൽ നിന്ന് വല്ലത് പിടിക്കാമോ എന്ന് വെച്ച് അവനായി പതിയിരുന്നു കൊണ്ട് പലതിനെയെ കുറിച്ച് കുട്ടിക്ക് ചോദിപ്പാനെന്നുണ്ട്. എന്റെ സഹോദരങ്ങൾ, ഇതൊക്കെ അനുഭവിച്ച് കടന്നു വന്നവനായ. ഹല്ലേലൂയ. എനിക്ക് ഈ ലോകത്തിലെ ഇന്നത്തെ സുവിശേഷ വേലയോട് ചേർന്നെങ്കിൽ എനിക്ക് ആത്മീയ മണ്ഡലത്തിൽ അങ്ങനെ കൊമ്പനാകാമായിരുന്നു. പവർ വിഷൻ ടിവിയൊക്കെ തുടങ്ങിയപ്പോ അതിന്റെ പാർട്ട്ണർമാരിൽ ഒരാളാകാൻ സ്വർഗത്തിൽ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. എന്റെ കൂടെയുള്ളവര് അതിന്റെ ഷെയർ ഹോൾഡേഴ്സാ. ഞങ്ങളൊക്കെ അതിൽ എല്ലാവരും അതിൽ നിന്ന് പിന്മാറി. ഹല്ലേലൂയ. കാരണം ഈ ലോകത്തിന്റെ സ്പിരിച്വാലിറ്റിയിൽ നിന്നുകൊണ്ട് കർത്താവിനെ സേവിപ്പാൻ പറ്റില്ല. ഹല്ലേലൂയ. സ്പിരിച്വാലിറ്റി കൊണ്ട് പറ്റില്ല. സത്യത്തിന് സാക്ഷിക്കാൻ പറ്റില്ല. ഇത് സത്യം സംസാരിക്കുന്നവർ യേശുവിനെ പോലെ പുറത്തു പോകും. ഹല്ലേലൂയ. ഇത് തിരിച്ചറിവ് വേണം. ഇതാ എവിടെ പിടിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ്, എവിടെ പിടിച്ചുകൊണ്ട്. കാരണം പവർ വിഷൻ തെറ്റാണെന്നല്ല പറയുന്നത്. അവർ ചെയ്യുന്ന ഒരേ കാര്യം ആ ക്രിസ്തുവിനെ അറിയിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അവർ പോകുന്നില്ല. ഹല്ലേലൂയ. ദൈവരാജ്യ സുവിശേഷീകരണം. ആ സുവിശേഷീകരണത്തിലൂടെ ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി ദൈവ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി പുതിയ സൃഷ്ടിയെ കുറിച്ച് അവരെ അറിയിക്കുന്നുവെങ്കിൽ ഞാൻ അവരെ സല്യൂട്ട് ചെയ്യുന്നു. പക്ഷെ അവരെ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം ഇതാ വളരെ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവം. അത് വിളക്ക് കത്തിച്ച് വലിയൊരു കുടം കൊണ്ട് കാവത്തിയത് പോലെ വ്യക്തതയോടെ
യേശുവിനെ നമ്മൾ അറിയിക്കണം. യേശുവിനെ നമ്മൾ അറിയിച്ചുകൊണ്ട് യേശുവിന്റെ ജീവിതം അതേ രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള മെത്തേഡ്, പരിജ്ഞാനം എന്തെന്ന് ലോകത്തെ അറിയിക്കണം. കർത്താവ് ഇവിടെ പറയുന്നു, നിങ്ങൾ അവർക്ക് പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. പക്ഷെ പ്രസംഗം 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 എന്ത് ചെയ്യാ? വാക്കിൽ പിടിക്കേണ്ടതിന് അവിടെ എഴുതിയ വാക്കിൽ പിടിക്കേണ്ടതിന്. എന്റെ ജീവിതം നടന്നൊരു കാര്യം ഞാൻ നിങ്ങൾ പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ചില ദൈവദാസന്മാർ എന്ന് പറയുന്നവർ, പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവർ എന്നോട് ചില ഈ കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഒരു സൂം മീറ്റിംഗ് വെക്കാം. അങ്ങനെ ഒരു സൂം മീറ്റിംഗ് വെച്ചു. 7 8 ദൈവദാസന്മാർ ഒരു സൈഡ്, ഞാൻ ഒറ്റയ്ക്ക് വേറൊരു സൈഡ്. അവർ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ച് എവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ അവന്റെ വായിൽ നിന്ന് വല്ലത് പിടിക്കാമോ എന്ന് വെച്ച് അവനായി പതിയിരുന്നോട് പലതിനെ കുറിച്ച് കുടുക്ക് ചോദിക്കാൻ തുടങ്ങി. അവർ ചോദിക്കാൻ തുടങ്ങി. ആ ചോദ്യം ഒരു ഡിബേറ്റിലേക്ക് മാറി. ഏകദേശം 5 മണിക്കൂറും 40 മിനിറ്റിലധികം. ഒരു സൈഡിൽ ഞാൻ ഒറ്റയ്ക്ക്, ദൈവന്റെ കൂടെയുണ്ട്. മറു സൈഡിൽ 7 8 ദൈവദാസന്മാർ, പ്രദേശത്തിന് പേരുള്ളവർ വേറെ സൈഡ്. അവർക്ക് അവരുടെ ഭാഗത്ത് ജയിക്കാൻ പറ്റിയില്ല. ഞാൻ അവരുടെ വ്യക്തതയോടെ ബൈബിൾ പറഞ്ഞു. ബൈബിളിലോ ഞാൻ വചനത്തില സ്റ്റാൻഡ് ചെയ്യുന്നത്, അല്ലാതെ മനുഷ്യന്റെ ചിന്തകളിലില്ല. അവസാനം അവർക്ക് അവരുടെ ആർഗ്യുമെന്റ് ജയിക്കാൻ കഴിയില്ല. അവർ തോറ്റു. അതിനുശേഷം അവരെന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, ഞങ്ങൾ ഈ മെസ്സേജ് പബ്ലിഷ് ചെയ്യും. ഞാൻ പറഞ്ഞു, പബ്ലിഷ് ചെയ്തു, സത്യമല്ലേ? സത്യമല്ലേ? ഉടനെ പബ്ലിഷ് ചെയ്യേ. ഞാൻ പറഞ്ഞു, മുറിച്ച് കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക, മൊത്തത്തിൽ ഇട്ടോ. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ ചെയ്യുന്നത് ഇതേ പരീക്ഷന്മാരുടെ പരിപാടി. അവർക്ക് വാക്കിൽ പിടിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നറിയാമോ? എന്റെ വേറെ 1.5 മണിക്കൂർ സന്ദേശമുണ്ട്. ആ 1.5 മണിക്കൂർ സന്ദേശത്തില് ഒരു 30 സെക്കൻഡ് കട്ട് ചെയ്തെടുത്തു. മിസ്റ്റർ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന രംഗമുണ്ട്. ദൈവങ്ങൾ എന്ന് പറയുന്നത് അനേകരുണ്ട്, അതിന്റെ നടുവിൽ പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. 1 Corinthians 5:6-7. കർത്താക്കന്മാർ അനേകരുണ്ട്, അതിന്റെ ഇടയിൽ യേശു ഏക കർത്താവേ നമുക്കുള്ളൂ. അതൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അവർ ചെയ്ത പരിപാടി, ഇവരെയാണ് ദൈവദാസന്മാർ എന്ന് പറയുന്നത്, അല്ലെ? അവർ ചെയ്ത പരിപാടി കുറച്ച് മുസ്ലിങ്ങളെ പിടിച്ചു. യേശു ദൈവമല്ല എന്ന് പറയുന്ന കുറച്ച് മുസ്ലിങ്ങളെ എടുത്തു. ആ മുസ്ലിങ്ങളെ എടുത്തിട്ട് ആദ്യത്തെ ഒരു ഇബ്രാഹിമോ മുഹമ്മദോ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞ പ്രസംഗം ഇട്ടു, ചെറിയൊരു പീസ്. എന്നിട്ട് രണ്ടാമത്തേത് ഒരു വേറെ മുഹമ്മദ് യേശു ദൈവമല്ല എന്ന് പറഞ്ഞ സന്ദേശം ഇട്ടു. എന്നിട്ട് മൂന്നാമത്തത് വേറൊരു ഏതോ ഒരു മുസ്ലിം സഹോദരൻ, ആ സഹോദരൻ യേശു ദൈവമല്ല എന്ന് പറഞ്ഞ സന്ദേശം ഇട്ടു. എന്നിട്ട് ഇതിന്റെ ഇടയില് ഈ പ്രസംഗത്തിന് കട്ട് ചെയ്ത ദൈവങ്ങൾ എന്ന് പറയുന്ന അനേക സ്വർഗത്തിലും ഭൂമിയിലും ഉണ്ട്, എന്നാൽ ഇതിന്റെ നടുവിൽ പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ എന്ന് പൗലോസ് പറഞ്ഞ ആ കോട്ടിങ് ഞാൻ എടുത്തു പറഞ്ഞത് അവരെന്നെ എടുത്തിട്ടു. ഈ വ്യക്തി യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല, കർത്താവായി അംഗീകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തു. ഇതാ ആ ടൈറ്റിൽ ഇങ്ങനെയാണ്, ക്രിസ്തീയ സഭകളിൽ യേശു ദൈവമല്ല എന്ന് പറയുന്ന സന്ദേശം ആളിപ്പടരുത്. എന്നിട്ട് ആർക്കുവേണ്ടിയാണെന്ന് ഞാൻ ചെയ്തു മുഴുവൻ എന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ, സത്യം പറയുന്ന ദൈവരാജ്യ സുവിശേഷം അറിയിക്കുന്ന എന്നെ പുറത്താക്കാൻ. ഹല്ലേലൂയ! എത്ര നല്ല ദൈവദാസന്മാർ തോന്നിപ്പോകും അല്ലെ? യേശുവിനുണ്ടായ അതേ അനുഭവമാണ്. കള്ളനായ ബറാബാസിനെ കിട്ടിയാൽ ഞങ്ങൾക്ക് വേണ്ടില്ല, ഇവരെ ക്രൂശിക്കുക. ഹല്ലേലൂയ! ഇതേപോലെ വീണ്ടും ചില വീഡിയോസ് അവർ ചെയ്തു, അവരൊക്കെ പുറത്തിറക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു? ക്രിസ്തീയ സഭകളിൽ നിന്ന് ദൈവരാജ്യത്തെ അവർ ബ്ലോക്ക് ചെയ്തു. ദൈവരാജ്യം പറയുന്ന ക്രിസ്തീയ സഭയ്ക്ക്. ഹല്ലേലൂയ! ഞാൻ അവരോട് പറഞ്ഞു, ഇതാ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലേ, ഒരു സന്ദേശത്തിൽ യേശു ദൈവമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കാമെങ്കിൽ ഇതാ ഞാൻ അവിടെ മാനസാന്തരപ്പെടാൻ തയ്യാറാണ്. അവർ അന്ന് മുതൽ ഇന്ന് വരെ ട്രൈ ചെയ്ത് ഗവൺമെന്റ് കിട്ടിയിട്ടില്ല. പിന്നെ അടുത്തത് ഇറങ്ങി യേശു സൃഷ്ടിയാണെന്ന് ഇവൻ പറഞ്ഞു. എവിടെ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു? ഇത് കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കുക ആര്? ക്രിസ്തീയ സഹോദരങ്ങൾ. ഒരു നെഗറ്റീവ് കേൾക്കാൻ നോക്കിയിരിക്കുക, എന്നാൽ ഒരു തെളിവുമില്ലാതെ കുറെ നെഗറ്റീവ്സ് എടുത്തുകൊണ്ട് വരും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാ യേശുവിനെ വാക്കിൽ പിടിക്കാൻ അവർ നോക്കിയതുപോലെ ഇതാ യഥാർത്ഥ യേശുവിന്റെ അതേ സന്ദേശവുമായി ദൈവരാജ്യ സുവിശേഷവും പുതിയ സൃഷ്ടിയുമായി വന്നാൽ ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും ഇതാ സഭയ്ക്ക് മറച്ചു കളഞ്ഞിട്ട് ദൈവരാജ്യ സുവിശേഷ സഭയെ അറിയിക്കരുത്. ഇതാരുടെ തന്ത്രമാണെന്നറിയാമോ? പിശാചിന്റെ തന്ത്രം. ഇതാണ് 2 Corinthians 4:4 പറയുന്നത്. ഇതാ ആ ഭാഗം എടുത്ത് 2 Corinthians 4:4 പറയാ, യേശു ക്രിസ്തു പ്രസംഗിച്ച തേജസ്സുള്ള ആ സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ, അതിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം പിശാച് മനുഷ്യന്റെ മനസ്സുകളെ
കുരുടാക്കി. ആ സുവിശേഷത്തെ തടയുകയാണ്. ലോകം എന്ന ആ സംവിധാനം വെച്ചുകൊണ്ട് ഇവൻ ആ സുവിശേഷത്തെ തടയുക. ആർക്ക് പോയി? ദൈവജനത്തിന് പോയി. ദൈവജനത്തിന് പോയി. അവർ നഷ്ടം സംഭവിക്കുകയാണ്. സത്യം പറഞ്ഞാലേ അവിടെ സ്വതന്ത്രരാകുന്നുള്ളൂ. സത്യത്തിന്റെ താക്കോൽ പരിജ്ഞാനം അവർക്ക് ലഭ്യമല്ല. വായിച്ചു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മനസ്സ് കുരുടാക്കി. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥയുടെ സഹോദരങ്ങളെ ഓൺലൈനിലൂടെ നിങ്ങളോട് ചോദിച്ചോട്ടെ, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗത്തിൽ കിടക്കുന്നത്. എന്റെ സഹോദര, എന്റെ പാസ്റ്റർ, എന്റെ ദേവാസനെ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, എന്താ ഈ പിതാവിന്റെ ഇഷ്ടം യേശു ആവശ്യപ്പെടാൻ എനിക്ക് അറിയൂ? ഇല്ല. പിന്നെ എന്നാ അറിയാം? ചോദിക്കേ, ഒരു ഹല്ലേലൂയ പറയും, ഒരു ഹല്ലേലൂയ പറയാം, അത്രല്ലേ അറിയുള്ളൂ. അങ്ങനെയെങ്കിൽ പ്രിയ മകനെ, പ്രിയ മകളെ, ഈ ദൈവരാജ്യത്തിൽ കേറോ? സത്യത്തിന്റെ പരിജ്ഞാനവുമായി വരുന്നവരെ ഇങ്ങനെയുള്ള കള്ള ദൈവദാസന്മാർ, കാപ്പറ്റിയ ദൈവദാസന്മാർ, ബൈബിളിന്റെ ഭാഷ യേശു പറയുന്നു, കള്ളപ്രവാചകന്മാർ സഭയിൽ നിറഞ്ഞു നിന്നിരുന്നു. അവർ ഉള്ളിടത്തോളം കാലം മലമോളെ ഈ സത്യം മനസ്സിലാക്കും. ഈ നാളുകളില് പരിജ്ഞാനം, ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ ശ്രമിക്കുക. പക്ഷെ നാളെ പറയുന്നു, എന്റെ ജനം നശിച്ചു പോകുന്നു. കാരണം പരിജ്ഞാനമില്ലാത്ത ദൈവത്തിന്റെ ദാസന്മാരാണ് കാരണം. അവർ പരിജ്ഞാനം തടുക്കുന്നു. അതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ നിന്റെ മക്കളെ കടത്തുമായി. ഈ നാളിൽ തിരിച്ചറിയ മോനെ, ഞാൻ കുറെ നാള് ഇതാ യേശുവിനെ സ്തുതിച്ചു, യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗത്തിൽ കയറില്ല. ഇതാ യേശു പറയുന്നേ, Matthew 7:21. ഇതാ വ്യക്തതയോടെ 7:21 വായിച്ച്, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞ ഏവനുമല്ല. കർത്താവ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യമൊന്നേ, അതിലൂടെ എല്ലാം നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പക്ഷേ സ്വർഗ്ഗരാജ്യത്തിൽ കയറണമെങ്കിൽ റിക്വയർമെന്റ് യേശുവിനെ കർത്താവ് എന്ന് വിളിക്കലല്ല. സ്വർഗ്ഗരാജ്യത്തിൽ കയറണമെങ്കിൽ എന്റെ റിക്വയർമെന്റ് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാ. അതാ യേശു പറയുന്നു. വായിച്ചു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ രക്ഷിക്കപ്പെടാൻ യേശുവിന്റെ നാമം മതി. രക്ഷ കഴിഞ്ഞകാല ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ദൈവരാജ്യം അവകാശമാക്കുന്നത് നമ്മുടെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷാവിധികളിൽ നിന്നാണെങ്കിൽ നാം എത്തിച്ചേരേണ്ട ഭാവി എന്ന് പറയുന്നത് ദൈവരാജ്യം അവകാശമാക്കുകയാണ്. രക്ഷിക്കപ്പെടാൻ യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചാൽ മാത്രം മതി. കാരണം യേശു നമുക്ക് വേണ്ടി എല്ലാം കാൽവരിയിൽ ചെയ്തു. എന്നാൽ ദൈവരാജ്യം അവകാശമാക്കാൻ നമ്മുടെ ഭാവിയിലെത്താൻ നാം ഇത് ദൈവ ഇഷ്ടം ചെയ്യണം. എന്താണ് ദൈവ ഇഷ്ടം? പുതിയ സൃഷ്ടിയിൽ നാം വളരണം. ഇതാണ് പൗലോസ് പറഞ്ഞത് ഗലാത്യർ 6:15. ഇനി വെള്ളയുടുപ്പ്, മീശവടിയും ശരീരത്തിലുള്ള നിയമങ്ങൾക്കെല്ലാം പ്രാധാന്യം. മര്യാദയ്ക്ക് നല്ലതായിട്ട് നടത്തും, ശ്രദ്ധിക്കുക. അതിനല്ല പ്രാധാന്യം, പകരം പുതിയ സൃഷ്ടിക്കാ പ്രാധാന്യം. ഗലാത്യർ 6:15. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പൊ ഇനി എന്താ കാര്യം? പുതിയ സൃഷ്ടിയാ കാര്യം. അല്ല, പുതിയ സൃഷ്ടിയെ കുറിച്ച് സഭയിൽ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ പറയാം, എന്നാ പുതിയ സൃഷ്ടി? അല്ലെങ്കിൽ എന്നാ സാധനം അത് പുതിയ സൃഷ്ടി? ഇവരത് മനസ്സിലാക്കേണ്ടത് ആ സഭയിലെ ദേവദാസനാ. ദേവദാസനെ അറിയത്തില്ല എങ്കിൽ 5 അംഗ ശുശ്രൂഷ സംഘത്തെ ദൈവം നിയമിച്ച് അനുവദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവരെല്ലാം കൂടി എന്താ ചെയ്യണം? അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാര്, ഉപദേശകന്മാര്, ഇവരെ 5ഉം കൂടെ ഈ ജനത്തെ ഒരുക്കിയെടുക്കണം. ശുശ്രൂഷയുടെ പൂർണ്ണതയ്ക്കായി അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ. അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന അവരെ യഥാർത്ഥ സ്ഥാനം പുതിയ സൃഷ്ടിയാണ്. അങ്ങോട്ടേക്ക് എത്തിക്കണം. ഹല്ലേലൂയ. ഇത് ഉപജീവന മാർഗമല്ല, ഇത് ജീവന്റെ മാർഗമാണ്. ജീവന്റെ മാർഗം. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ ഓരോ വ്യക്തികളുള്ളിൽ ജീവൻ നിറയ്ക്കുന്ന ഒരു പമ്പ, ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ അടിച്ച് നിറയ്ക്കുക അവന്റെ ഉള്ളിൽ. എങ്ങനെ? സാക്ഷാൽ ദൈവത്തിന്റെ വചനത്തിലൂടെ. ഇതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ്, എന്റെ വചനം പള്ളിയിൽ മണിയടിക്കുന്ന പോലെ ജീവനില്ലാത്ത മണിയല്ല, എന്റെ വചനം ആത്മാവും ജീവനുമാണ്. അതിനുള്ളിൽ ജീവൻ പാക്ക. ഒരു ചെക്കിന്റെ ഉള്ളിൽ ക്യാഷ് പാക്ക് ചെയ്തിരിക്കുന്നത് പോലെ ഓരോ വചനത്തിന്റെ ഉള്ളിൽ ജീവൻ പാക്ക. അത് അവന്റെ ഉള്ളിലേക്ക്, അവരുടെ ഉള്ളിലേക്ക് അത് വീണാൽ അവിടെ ജീവൻ, അവിടെ സമൃദ്ധിയായി വാഴാൻ തുടങ്ങും. ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ ആറ്റം ബോംബ് മരണത്തെയാണ് കൊണ്ടുവന്നതെങ്കിൽ യേശുക്രിസ്തുവിന്റെ വായിലൂടെ കടന്നു വരുന്ന
ഓരോ വാക്ക് നമ്മളത് സ്വീകരിക്കുമ്പോൾ നമ്മളുള്ളിൽ മരണമല്ല, അത് ജീവനെ കൊണ്ടുവരാൻ ഇടയാകുന്നു. നിന്നെ ആള് മാറ്റിക്കളയ മനുഷ്യപുത്രനായ നിന്നെ ദൈവപുത്രനാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ഡൈനാമിക് പവർ അതിന്റെ ഉള്ളിലുണ്ട്. ഈ ആള് മാറിപ്പോ അത് ചുമ്മാ രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ശക്തിയോ പ്രസംഗത്തിന്റെ വൈഭവോ അല്ല, ആ വചനത്തിന്റെ ഉള്ളിലുള്ള ദൈവശക്തിയാണ്. നിന്റെ ആള് മാറ്റിക്കളയ മരണമുള്ള നിന്നെ മരണമില്ലാത്ത ദൈവപുത്രനാക്കി കളയുക. ഒരു മരിക്കുന്ന മനുഷ്യന്റെ വീട്ടിൽ ജനിച്ച നിന്നെ ആദത്തിന്റെ തലമുറക്കാരനായ നിന്നെ മരിക്കാത്ത ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ മക്കളായി ക്രിസ്തുവിന്റെ തലമുറക്കാരനായി ദൈവം നിന്നെ മാറ്റിക്കണം. ആദത്തിൽ എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുക. ജനറേഷൻ ചേഞ്ച്. ഹല്ലേലൂയ. ആദത്തിലുള്ളത് പഴയ സൃഷ്ടിപ്പ, ക്രിസ്തുവിലുള്ളത് പുതിയ സൃഷ്ടിപ്പ. ഇത് തിരിച്ചറിയണം. പഴയ സൃഷ്ടിപ്പ് വളരുന്നത് പോലെ വളരാൻ കഴിയത്തില്ല പുതിയ സൃഷ്ടിപ്പ്. ഇതുകൊണ്ട് യേശു പറഞ്ഞ്, ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് കൊണ്ടുപോയി നീ നിന്റെ പഴയ തോൽക്കുടത്തിൽ വെച്ചാൽ ഇതാ ആ വീഞ്ഞും പോകും തോൽക്കുടവും പോകും, നീയും പോകും. നീ കേട്ട വചനം കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന്. അപ്പൊ എന്തറിയണം? ഈ പുതിയ വീഞ്ഞിന്റെ സിസ്റ്റം അറിയണം. KSRTC ബസ് ഓടിക്കുന്നവര് ബസ്സാണ് ഓടിക്കുന്നത്. അവര് എയർ ബസ് കൊടുത്ത് ഓടിക്കും. 2 ബസ്സല്ലേ? ഇതേപോലെ പഴയ സൃഷ്ടിയെ ന്യായപ്രമാണം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തതുപോലെ പുതിയ സൃഷ്ടിയെ ന്യായപ്രമാണം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ നടക്കും. പുതിയ സൃഷ്ടി നിയമം വേറെ. ഹല്ലേലൂയ. പഴയ സൃഷ്ടി ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, പുതിയ സൃഷ്ടി സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയ. ഹല്ലേലൂയ. രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാ. പഴയ വിൻഡോസ് 3.1 എടുത്തോണ്ട് ഇന്നത്തെ വിൻഡോസ് സിസ്റ്റത്തെ കൊണ്ടിട്ട് നടക്കോ? നടക്കില്ല. എന്റെ മക്കളെ, കാലം മാറി. ഇന്ന് ഈ പഴയ വീഞ്ഞ് കൊണ്ട് പുതിയ തുരുത്തി കുട്ടികളല്ലേ? യേശുവിന്റെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ഞാൻ നിങ്ങൾ പുതിയ തുരുത്തിയാ, പുതിയ സൃഷ്ടിയാ. ഇവിടെ പഴയത് വർക്ക് ചെയ്യത്തില്ല, പുതിയത് വർക്ക് ചെയ്യും. നിങ്ങളുടെ എളുപ്പം ഒരു കാര്യം പറയട്ടെ, കാരണം ഇത്ര ഗഹനമായ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എളുപ്പം പറയാം. നിങ്ങൾക്ക് ഈ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 തരം വണ്ടികൾ കാണും. കാറുകളെ 3 തരം കാറ് കാണും. ഒരു കാറ് IC എഞ്ചിൻ കാർ, പെട്രോൾ ഡീസൽ കാറല്ലേ? അല്ലെങ്കിൽ കാറ് കാണാം. വേറൊരു കാർ നിങ്ങൾക്ക് കാണാം, ഹൈബ്രിഡ് കാർ. ഹല്ലേലൂയ. അതിൽ ഈ രണ്ടും ഉണ്ട്. ഹല്ലേലൂയ. IC എഞ്ചിനും ഉണ്ട്, ആ ബാറ്ററി ഓപ്പറേറ്റഡ് സംവിധാനമുണ്ട്. ഹല്ലേലൂയ. ഇനി വേറൊരു കാർ കാണാം, EV കാർ. ഹല്ലേലൂയ. അതില് IC എഞ്ചിൻ ഇല്ല, പെട്രോൾ ഡീസൽ എഞ്ചിൻ ഇല്ല, EV ഇലക്ട്രിക് വെഹിക്കിൾ മാത്രം. ഈ 3 ടൈപ്പ് വണ്ടികളുള്ളതുപോലെ 3 ടൈപ്പ് മനുഷ്യരുന്നുണ്ട് ഇവിടെ. മനസ്സിലായ? ഒന്ന്, ആദത്തിൽ നിന്ന് ജനിച്ച രക്ഷിക്കപ്പെടാത്ത IC എഞ്ചിൻ പോലത്തെ കാലഹരണം ചെയ്യപ്പെടാൻ പോകുന്ന മരണമുള്ള മനുഷ്യൻ. മനസ്സിലായോ? എന്നാൽ നീ ഞാനും അങ്ങനെയല്ല. ഹൈബ്രിഡ്. പഴയ മനുഷ്യനുണ്ട്, പുതിയ മനുഷ്യനുണ്ട്. രണ്ടും കൂടി ചേർന്ന മിക്സാണ് ഞാൻ നിങ്ങൾ. പഴയ എഞ്ചിനുണ്ട്, അത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഒഴിച്ചാലും പോകുള്ളൂ. ഇതുപോലെ പഴയതുണ്ട്, ന്യായപ്രമാണം കൊണ്ട് പോകുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ അത് എത്ര ഓടിയാലും ഇവിടെ കൊണ്ട് സാധാരണപ്പെടും, ഇവിടെ തീരും. ന്യായപ്രമാണത്തിൽ ഒരു മനുഷ്യനെ നീതീകരിക്കാൻ കഴിയില്ല, ഇവിടെ കൊണ്ട് തീരും. ഹല്ലേലൂയ. ഈ ഹൈബ്രിഡ് പ്രത്യേകത എന്നറിയാമോ? അത് കുറച്ച് ഇതാ ഈ ആദ്യകാലങ്ങളിൽ ഹൈബ്രിഡ്, ഞാൻ 10-15 വർഷങ്ങൾക്ക് മുമ്പ് മസ്കറ്റിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ലെക്സസ് L400 കൊണ്ടുവന്നത്. അത് ഹൈബ്രിഡാ. അന്നത്തെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ്, ഇന്നത്തെ ടെക്നോളജി വ്യത്യാസം വന്നിട്ടുണ്ട്. അദ്ദേഹം എന്നോട് കയറിയ ബ്രദറെ, ഞാൻ ആദ്യമായിട്ട് പുതിയ വണ്ടി എടുത്തു, ബ്രദറിനെ റിസീവ് ചെയ്യാൻ മസ്കറ്റ് എയർപോർട്ടിൽ വന്നിരിക്കുക. അയാൾ കയറി വളരെ വിശാലമായ വണ്ടി. അതിലൂടെ ഇദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ റൗണ്ട് ഒരു 40-50-60 കിലോമീറ്റർ വരെ പെട്രോൾ എഞ്ചിനിൽ തുടങ്ങും. ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇത് ബാറ്ററിയിലേക്ക് മാറും. അപ്പോ ആരപ്പം പെട്രോളിൽ IC എഞ്ചിനും തുടർന്ന് അത് ഹൈബ്രിഡ് ബാറ്ററി സിസ്റ്റത്തിലേക്ക് മാറി. മനസ്സിലാകുന്നുണ്ടോ? കിട്ടിയ മുമ്പേ വരുന്നത് പ്രാകൃതം, പിന്നത്തെ ഇതിൽ ആത്മീയം വരുന്നു. വല്ലതും മനസ്സിലാകുന്ന അറിയില്ല. ഹല്ലേലൂയ. ആദ്യം വരുന്നത് പ്രാകൃതം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ അകത്ത് വരും അല്ലെ? ആദ്യം വരുന്നത് പ്രാകൃതം. ഹല്ലേലൂയ. അത് കുറച്ചു നേരം കഴിയുമ്പോഴും പറയണ്ടായിരുന്നു. പിന്നത്തെ ഒന്ന് ആത്മീയം. മനസ്സിലായ? ഹല്ലേലൂയ. ഹൈബ്രിഡ് ആണ് നമ്മൾ ഇപ്പോ. എന്നാൽ ഇനി അവിടുത്തെ ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാമോ? ആ പെട്രോൾ എഞ്ചിനെ മാറ്റിക്കളഞ്ഞ് പൂർണ്ണമായി EV-യിലേക്ക്, ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് വന്നതുപോലെ ഇതാ പ്രാകൃത
എന്താക്കണം? പഴയ മനുഷ്യനെ ഒഴിവാക്കി പുതിയ മനുഷ്യനെ ധരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഈ IC എഞ്ചിൻ, അതായത് ഇന്റേണൽ കമ്പസ്റ്റേഷൻ എഞ്ചിൻ മാറ്റിയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ പൂർണ്ണമായും മോട്ടോർ ബാറ്ററിയിൽ ഓടുന്നത് പോലെ, ഇതാ ആ ബാറ്ററി ചാർജ് ചെയ്യാൻ സോളാർ ശക്തി ഉപയോഗിക്കുന്നത് പോലെ ഭൂമിയിലെ ഒരു സാഹചര്യവും കൂടാതെ സ്വർഗത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട്, ഉയരത്തിലെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവെ പോലെയുള്ള ദൈവപുത്രന്മാരെ, പുതിയ സൃഷ്ടികളെ ഇറക്കുന്ന പുതിയൊരു തലമുണ്ട്. അതാണ് മിസ്റ്റർ പൗലോസ് പറഞ്ഞത്. ഇനി ജഡത്തിലെ അഗ്രജന്മമല്ല, പരിച്ഛേദനമല്ല, ഇനി IC എഞ്ചിനല്ല, പെട്രോൾ എഞ്ചിനല്ല, ഇലക്ട്രിക് വെഹിക്കിളുടെ കാലമാണ് എന്ന് പറയുന്നത് പോലെ ഇനി പുതിയ സൃഷ്ടിയാ കാര്യം. ദൈവരാജ്യത്തിലെ പൗരനാ പുതിയ സൃഷ്ടി. തിരിച്ചറിയ ഈ പരിജ്ഞാനം എവിടെയാ? സഭയുടെ ഉള്ളിൽ. കാരണം ദൈവവചനത്തെ തടയുന്ന കള്ള പ്രവാചകന്മാർ അന്നും സഭയ്ക്കുള്ളിലുണ്ട്, ഇന്നും സഭയ്ക്കുള്ളിലുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, കള്ള പ്രവാചകന്മാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. യേശു പറഞ്ഞു, അവർ കള്ള ക്രിസ്തുക്കളെ നിരന്തോ, കള്ള പ്രവാചകന്മാർ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളോട് കൂടെ മൃഗന്മാരെ തെറ്റിച്ചു കളയും. കള്ള പ്രവാചകന്മാരും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവർ ആളുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ ഇടയിൽ കിടക്കുന്ന ആരുടെ വേഷം? പാസ്റ്ററുടെ വേഷം, ബ്രദറിന്റെ വേഷം. നിങ്ങളെ കടിച്ചു തീർന്ന ചെന്നായികളാ. എന്റെ വേടല്ല, യേശുവിന്റെ. ആരും ഗൗനിക്കുന്നല്ലേ യേശുവിനെ? ആരും ഗൗനിക്കുന്നല്ലേ? ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് പുസ്തകം നോക്കി പുസ്തകത്തിൽ 10 റെഫറൻസ് ഒന്നും വേണ്ട. അവരുടെ പുസ്തകം അവരുടെ അപ്പന്റെ ആത്മാവ് എന്ത് പറയണം, എങ്ങനെ പറയണോ അപ്പോൾ അവരുടെ അപ്പന്റെ ആത്മാവ് അവരിലൂടെ അറിയിക്കും. ഇതാണ് ആ വെളിപ്പാട്. അവരെ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുവിനെ നോക്കിയതുപോലെ അവരുടെ അപ്പനെ കാണാം, അപ്പന്റെ ആത്മാവിനെ കാണാം അവരുടെ ഉള്ളിൽ. എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക അല്ലേ? യേശു പറഞ്ഞു, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും കൂടെ ഞങ്ങളോട് ഒന്നാകണം. പിതാവും പുത്രനും പുത്രനും പരിശുദ്ധാത്മാവുമായി ഒന്നായി മാറണം, ഒരു കുടുംബമായി മാറണം. ഇതാ ദൈവത്തിന്റെ ആഗ്രഹം. കാരണം ഞാനും പിതാവ് ഒന്നാന്ന് പറഞ്ഞാൽ അവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഡോക്ടർ ഉണ്ടാക്കിയല്ല വേണ്ട, അടുത്ത താഴേക്ക് വായിക്കണം. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നായി ഒരു കുടുംബമായി. അതിന് നാം അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ വീട്ടിലായുമാണ്. നേരത്തെ പാലത്തിങ്ക ഫാമിലി ആയിരുന്നു, റബ്ബനാട്ട് ഫാമിലി ആയിരുന്നു, പകലോ മറ്റോ ഫാമിലി ആയിരുന്നു. ശരി ശരി ശരി, മരണമുള്ള ഫാമിലി. ഓക്കെ ഓക്കെ ഓക്കെ, IC എഞ്ചിൻ. എന്താ ഇനി? അതല്ല, ഉയരത്തിനുള്ള ശക്തി സ്വീകരിച്ചുകൊണ്ട് നിത്യം മരണമില്ലാതെ ഓടുന്ന ദൈവത്തിന്റെ കുടുംബമാണ് ഞാനും നിങ്ങൾ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളെ, നമ്മളെ എന്തിനാ വേഗം വിളിച്ചേ? ദൈവം നമ്മളെ കോപത്തിനല്ല. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ആരോട് കൂടെ ജീവിക്കേണ്ടതിന്? ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ മുഖാന്തരം നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നിയമിച്ചാക്കി വെച്ചിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. ഇത് നമുക്ക് എല്ലാം ഒന്നും അറിയത്തില്ല, ഇത്രയൊക്കെ അറിയത്തുള്ളൂ. മതി, എനിക്ക് എന്റെ അപ്പനോട് അവിടെ ജീവിക്കാൻ ഇത്രയും മതി. ഇനി എനിക്ക് അങ്ങനെയല്ല, ഗ്രീക്കല്ലേ, ഇത് എബ്രായ ഭാഷയല്ലേ, എനിക്ക് ആദ്യം എന്റെ അപ്പന്റെ അടുക്കൽ ചെല്ലാം. ഇപ്പൊ ഞാൻ അംശമായി അറിയുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോ ഞാൻ പൂർണ്ണമായി അറിയപ്പെടേണ്ടതുപോലെ അറിയപ്പെടും. ഇന്ന് എനിക്ക് കിട്ടിയത് മതി. ഇത് മറഞ്ഞിരിക്കുന്ന ദൈവത്തിനുള്ളത്, വെളിപ്പെടുത്തിയ കാര്യങ്ങളോ ഞാനോ എന്റെ മക്കളോ എന്നെ ഏൽപ്പിച്ചവര് ദൈവത്തിന്റെ വചനപ്രകാരം നടക്കേണ്ടതിനാ. അതുകൊണ്ട് എന്നെ ആരും അസഹ്യപ്പെടുത്തരുതോ. ഞാൻ എന്റെ അപ്പന്റെ വചനപ്രകാരം നടക്കട്ടെ. ഞാൻ എന്റെ ക്രിസ്തുവിനെ അനുഗമിക്കട്ടെ. ഞാൻ എന്റെ അപ്പനോട് ക്രിസ്തുവിൽ ഒന്നായി തീരട്ടെ. ഇതായിരിക്കണം നമ്മുടെ സന്ദേശം. ഇതായിരിക്കണം നമ്മുടെ സന്ദേശം. ഈ സന്ദേശത്തിലൂടെ സഭയിൽ നിന്ന്, ഇതാ അരിയിൽ നിന്ന് എല്ലാ കല്ലും എല്ലാ മണ്ണും എല്ലാം പിളക്കി കളയുന്നത് പോലെ വീശുമുറം യേശുവിന്റെ കയ്യിലുണ്ട്. ആ വീശുമുറം കൊണ്ട് വീശി, അതാണ് ദൈവത്തിന്റെ നല്ല വചനം കൊണ്ട് വീശിക്കൊണ്ട് ഇതാ വേണ്ടാത്തതൊക്കെ ജീവിതത്തെ പുറത്ത് കളഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടമായി ശുദ്ധീകരണം പ്രാപിക്കാം. ഓരോ നിമിഷവും നമുക്ക് ആളുമാകാം. അങ്ങനെ ഇരിക്കുമ്പോ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ഇരിക്കുമ്പോ യേശു പറയുകയാണ്, ഇതാ അങ്ങനെ പറയുമ്പോ യേശു പറഞ്ഞോണ്ടിരിക്കുമ്പോ ജനം കൂടി വരികയാണോ? നേരത്തെ വായിച്ചത് ലൂക്കോസ് 11 52 53 54 അല്ലെ? അവനെ വാക്കിൽ പിടിക്കേണ്ടതെന്ന് ആലോചിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോ ഈ പ്രസംഗത്തിന്റെ ഇടയിൽ യേശു കാണുകയാണ് ജനം കൂടി വരുന്നു താഴേക്ക്. അതിനിടെ പുരുഷാരം
ശ്രദ്ധിക്കാതെ തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരമായി തിങ്ങിക്കൂടിയപ്പോ സത്യം പറഞ്ഞ സത്യതാൽപരായവർ തിങ്ങിക്കൂടും. ആയിരം തിങ്ങിക്കൂടിയപ്പോ അവൻ ആദ്യ ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത് ആരെ കുറിച്ചാണ് അറിയാമോ? ഈ കപടഭക്തന്മാരായ പള്ളിയിലിരിക്കുന്ന പരീശന്മാരെ കുറിച്ച്. അവിടെ എഴുതിയാണ് പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുകയെ. അപ്പൊ യേശുവിന് ആദ്യം എന്താ പറഞ്ഞു കൊടുക്കാറുണ്ട്? നിങ്ങളെ നടത്തുന്നു എന്ന പേരിൽ കുറെ എണ്ണം നല്ല ദേവാസന്മാരുണ്ട്, കുറെ എണ്ണം കയറിയിട്ടുണ്ട്. കപടഭക്തന്മാർ അവരിങ്ങനെ കടിച്ചിരുന്ന ചെന്നായിക ശ്രദ്ധിക്കുക, അവരുടെ കപടഭക്തി സൂക്ഷിച്ചു പോലെയാണ്. നമ്മളെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ദൈവദാസന്മാരുടെ ഡ്യൂട്ടിയാണ് ഇതിൽ നിന്ന് തിരിച്ചറിയണം. സാക്ഷാലുള്ളവൻ ഫലം കൊള്ളവൻ ആരാന്ന് തിരിച്ചറിയണം. യേശു പറഞ്ഞ അവർ ആടുകളുടെ വേഷമായിരിക്കാം, പക്ഷെ നിങ്ങളെ കടിച്ചു കൊന്നു ന്യായവിധിയിലിട്ട്. അതാണ് മത്തായി 7:21-23. അവിടെ ഒരു കൂട്ടം ദൈവദാസന്മാരെ ദൈവമക്കളെയും കടിച്ചു ന്യായവിധിയിൽ ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. കടിച്ചു കയറുകയാ. യേശു പറഞ്ഞു പരീശന്മാരുടെ പുളിച്ചമാവായ കപടഭക്തി. അപ്പൊ അവർക്ക് ഭക്തിയുണ്ടോ? ഉണ്ട്. പക്ഷെ ഉള്ളിലുണ്ടോ? ഇല്ല. ആര് കണ്ടു? യേശു. നമ്മൾ കണ്ടോ? ഇല്ല. ഇതാണ് പ്രശ്നം. നമ്മൾ കണ്ടില്ല, യേശു കണ്ടു. എന്നിട്ട് യേശു പറഞ്ഞു ഇത് അവർ മൂടി വെച്ചിരിക്കുക, ഇതൊക്കെ അവർ മൂടി വെച്ചിരിക്കുക. പക്ഷെ ന്യായിക ദിവസം ഇതൊക്കെ പുറത്തിടാം. യേശു താഴെ പറയാം മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായിട്ടൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. ഇതവൻ മറച്ചു വെച്ചിരിക്കുക. എനിക്ക് കാണാൻ ഇതൊക്കെ അവർ വെള്ളം വെച്ച കുഴിമാടങ്ങളാണ്. അകത്ത് ചീഞ്ഞ് അകത്തിരിക്കുന്ന അസ്ഥികൾ, പക്ഷെ പുറത്ത് വെള്ളം വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. കാപ്പഴ്. മത്തായി 23 കർത്താവ് ഇത്രയോടെ പറയുന്നുണ്ട്, നിങ്ങൾ കടലും കരയും കടന്ന് ഒരുത്തനെ മതത്തിൽ ചേർക്കുന്നു. നമ്മുടെ ഭാഷ പറഞ്ഞ സ്നാനപ്പെടുത്തുന്നത്. ചേർന്ന ശേഷമോ നിങ്ങൾ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക യോഗ്യരാക്കുന്നു. എന്റെ അഭിപ്രായമല്ല, ജഡ്ജിയുടെ അഭിപ്രായം. നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെതായ ആശ്രത ഉണ്ടാകി നിൽക്കേണ്ടി വരും. അതായത് ഈ ദിവസങ്ങൾ നമ്മുടെ കൈ കാലം ബലപ്പെട്ടിരിക്കുക. മോനെ, നീ 1000 പേരുള്ള സഭയിലും 10,000 പേരുള്ള സഭയിലും 10 പേരുള്ള സഭയിലായാലും കർത്താവ് സഭയുടെ എണ്ണത്തിലൊന്നും നോക്കണില്ല. നിന്റെ ജീവിതത്തിൽ നീ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ആദ്യത്തിന്റെ ജനറേഷനിൽ നിന്ന് മാറി ക്രിസ്തുവിന്റെ ജനറേഷനിലേക്ക് നീ മാറിയോ? ഹല്ലേലൂയ. കർത്താവ് നോക്കണേ. അതിനുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മളിത് ഉപയോഗിക്കുന്ന അരുത് ഇല്ല എന്നുള്ള ടെക്നോളജി അല്ല. ഇത് സഭയ്ക്ക് അറിയില്ല, ഈ പരിജ്ഞാനം സഭയ്ക്കില്ല. അവർ ന്യായപ്രമാണം കൊണ്ട് ആക്കാൻ നോക്കുക. ന്യായപ്രമാണം കൊണ്ട് ഒരു മനുഷ്യൻ നീതിപ്പെടുന്നില്ല. ദൈവവചനം പറയുന്നു അതിന്റെ ടെക്നോളജി വേറെയാണ്. ഹല്ലേലൂയ. ആ ടെക്നോളജി കർത്താവ് യേശു പറഞ്ഞ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, തകർന്നെങ്കിലും വളരെ ഫലം ഉണ്ടാകും. ഹല്ലേലൂയ. ഈ പരിജ്ഞാനം ദൈവത്തിന്റെ ദാസന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് സഭയിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി അവർ വളർന്നു കയറണം. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും അഭിനയിക്കേണ്ടി വരില്ല. പകരം നിങ്ങൾ ഒറിജിനലായിരിക്കും. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളല്ല സംസാരിക്കുന്നത്, നിങ്ങളുടെ പിതാവ് ക്രിസ്തുവിലുള്ള നിങ്ങളിലൂടെ സംസാരിക്കും. നിങ്ങൾ നടക്കുമ്പോ നിങ്ങളല്ല, ദൈവം നിങ്ങളിലൂടെ നടക്കുന്നു. നിങ്ങൾ നോക്കുമ്പോ നിങ്ങളല്ല, ദൈവം നിങ്ങളിലൂടെ നോക്കും. ദൈവം നിങ്ങളിൽ വസിച്ച്, ആരും ക്രിസ്തുവിലുള്ള നിങ്ങളിൽ ദൈവം വസിച്ച് നിങ്ങളിലൂടെ ഭൂമിയിൽ നടക്കുന്നതാണ് ദൈവരാജ്യം. അങ്ങനെയുള്ളവരാണ് ദൈവപുത്രന്മാർ. പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ ഒരല്പസമയെടുക്കും. സത്യം പറഞ്ഞ് പഴയതിൽ നാം സ്വതന്ത്രമായി പുതിയതിലേക്ക് വന്നെങ്കിൽ മാത്രമേ സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകും. എനിക്കറിയാം, ഇതാ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പം ഈ 3 കാറിന്റെ രൂപമാണ്. പെട്രോൾ, ICH, ഇതാ ഹൈബ്രിഡ്, അതിനുശേഷം EV. ഈ 3 വെച്ച് നിങ്ങൾ പഠിക്കേ. ഹല്ലേലൂയ. ദൈവം തിരിക്കുന്നുവെങ്കിൽ നമുക്ക് വീണ്ടും ഈ ചിന്തകളുമായി വീണ്ടും കാണാം. ദൈവം എന്നെ വെച്ചിരിക്കുന്നത് സഭയെ തകർക്കാനല്ല, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന്. ദൈവം എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. നിങ്ങൾ എങ്ങനെ ഈ ഹോളിൽ ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങിയോ? ഇപ്പൊ അവസാനിച്ചപ്പോ നിങ്ങളുടെ ഹൃദയം എങ്ങനെയുണ്ട്? ഒന്ന് ചെക്ക് ചെയ്തു. ഫലം നോക്കി വൃക്ഷത്തെ ഒന്ന് തിരിച്ചറിയാം. എന്റെ പ്രിയ സഹോദരൻ, ഓൺലൈനിലൂടെ നിങ്ങൾ കാണുന്ന ഈ പറഞ്ഞ വചനത്തിൽ ഏതെങ്കിലും ബൈബിളിൽ ഇല്ലാത്തതുണ്ടെങ്കിൽ, ഒരു പക്ഷെ നിങ്ങളെ ചോദിക്കാനുണ്ടാവില്ല, പക്ഷെ ബൈബിളിൽ ഇല്ലാത്തതുണ്ടെങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കുക. എനിക്ക് മാനസാന്തരപ്പെടാൻ. ഹല്ലേലൂയ. അല്ലാതെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ കള്ള ദേവദാസന്മാരെ പോലെ ഹല്ലേലൂയ മുസ്ലിങ്ങളുടെ പേരുകൾ വെച്ച് പലതും വെച്ച് കള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാക്കി പലതും ഇറക്കി വിടുന്ന തലത്തിലാണെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനല്ല. പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ഒന്നേ അറിയൂ, സ്നേഹിക്കാൻ. ഞങ്ങളുടെ അപ്പ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്.
ഞങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കും. ഞങ്ങൾക്ക് അതേ ആളെയും ഉപദ്രവിച്ചാൽ സ്നേഹിക്കാൻ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് അതിനൊരു സമയം തീർന്നത് കൊണ്ട് ഇതാ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുക. നമുക്കെല്ലാം ദിവസത്തിൽ എഴുന്നേക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. Father, we thank you, we give you glory. Hallelujah. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. ദൈവരാജ്യം പിശാച് മറച്ചു വെച്ചു. ദൈവത്തിന്റെ വചനം മത്തായി 13:44 പറയുകയാണ്, ദൈവരാജ്യം വയലിൽ മറച്ചു വെച്ച ആര്? ശത്രു, പിശാച്. യേശു പ്രസംഗിച്ച സുവിശേഷം, ദൈവം നമ്മോട് വസിക്കാൻ വരുന്നു എന്ന സന്ദേശം, അത് മറച്ചു വെച്ചെങ്കിൽ അത് വെളിപ്പെടാതിരിക്കുകയില്ല. അന്ത്യനാളിൽ മത്തായി 24:14 പറയുന്നു, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിലെ എല്ലാവരും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. അക്കാലമാണിപ്പോ. മനുഷ്യർ അനുസരിക്കുന്നില്ല എങ്കിൽ ദൈവം ഓൺലൈൻ ടെക്നോളജിക്ക് രൂപം കൊടുത്തു. ഇന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോ ഇത് ലോകത്തിന്റെ എല്ലാ അതിർത്തികളിലൂടെയും ഓൺലൈനിലൂടെ എത്തിക്കഴിഞ്ഞു. ആ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു, പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ക്രിസ്തുവെ എതിരേൽപ്പാൻ ഒരുങ്ങുക. ഹല്ലേലൂയ. ആ ക്രിസ്തു കടന്നു വരും നമ്മളെ ചേർക്കാൻ. തുടർന്ന് 1000 വർഷം ജീവിതം, 1000 വർഷം ഭൂമിയിലെ ഭരണത്തിലൂടെ എല്ലാ ദുഷ്ടന്മാരെയും പുറത്താക്കി കളയുകയും തുടർന്ന് പുതിയ ആകാശം പുതിയ ഭൂമി ഇറങ്ങി വരികയും അങ്ങനെ നാം നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കുമായി ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം കാത്തിരിക്കുന്നു. അങ്ങോട്ടേക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു, പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു. അതെന്താണ്? ദൈവവചനം പറയുന്നു, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് യാത്രയാകാം. ആ ലക്ഷ്യത്തിലേക്ക് ക്രിസ്തുവിനെ അനുഗമിച്ച് നായകന്റെ പിന്നാലെ, നായകനെ സ്തുതിക്കുക മാത്രമല്ല, നായകനെ അനുഗമിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് യാത്രയാകാം. അതിനായി ദൈവകരങ്ങൾ സമർപ്പിക്കുക. നമുക്ക് വേണ്ടത് സ്വരമല്ല, നമുക്ക് വേണ്ടത് ആളുകളുടെ ആരവമല്ല, നമുക്ക് വേണ്ടത് ഫലമാണ്. കർത്താവ് അന്വേഷിച്ചു വരുന്നത് ഇല കാണാനല്ല, കർത്താവ് അന്വേഷിച്ചു വരുന്നത് ഫലം കാണാനാണ്. ഫലമില്ലാത്തതിനെ വെട്ടിക്കളയാനാണ് പിതാവിന്റെ കൽപ്പന. എന്നാൽ യേശുവിന്റെ മധ്യസ്ഥത മൂലം നമ്മൾ നിൽക്കുകയാണ്. സത്യം അറിയുന്നതിലൂടെ സത്യം നമ്മുടെ സ്വന്തമാണ്. അത് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, thank you for your presence, Dad. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. Oh Lord, I love you, Papa. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. രബല കരാദിന പരിബോ രബല വരഗദന റിഗത്തോര ബാബര ഭൂഗല കരഗദിനദിന. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പിതാവേ. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. 7 നിലവിളക്കുകളിടയിൽ നടക്കുന്ന ഞങ്ങളുടെ നായിക, ഞങ്ങളുടെ നയിക്കുന്ന അങ്ങയുടെ കരങ്ങൾക്കായി, അങ്ങയുടെ ആത്മാവിനായി നന്ദിയോട് ഈ ജനത്തിന്റെ ഉൾത്തളങ്ങളെ അങ്ങ് വീണ്ടും തുറന്ന് ഈ വചനത്തിന്റെ ആഴങ്ങൾ അങ്ങ് ആഗ്രഹിച്ചത് എന്തൊക്കെയാണോ അതവരുടെ ഉള്ളിൽ നിറയപ്പെടുക. സത്യമറിഞ്ഞ സത്യം അവരെ സ്വതന്ത്രമാക്കുക. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കപ്പെടുക. ഈ ദുഷ്ട തലമുറയിൽ നിന്ന് വിടുവിക്കപ്പെടുക. ഈ മക്കളെ അങ്ങ് സഹായിക്കണമേ. ഈ ഹോളിലുള്ളവരെ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ച പതിനുള്ള എല്ലാ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നവരെ ഇതിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സമയം കടങ്ങളിൽ ലഭിച്ച് പ്രാർത്ഥിക്കുന്നു. മത്തായി കുഞ്ഞിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അങ്ങ് പ്രിയ ഭക്തന്റെ ഹൃദയത്തോട് സംസാരിച്ചതിനാണ് നന്ദിയോട് സ്തോത്രം. അപ്പൊ സഭയ്ക്കൊരു ഭരണഭാസ് എന്നതുപോലെ അങ്ങയുടെ മകനെ ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. അത്ഭുതകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കുടുംബത്തിനായി സ്തോത്രം, ഏൽപ്പിച്ചിട്ടുള്ള ദൈവജനത്തിനായി സ്തോത്രം. പ്രിയ സംഘങ്ങളിലൂടെ എത്തപ്പെടുക. അപ്പാ ഇതിനെ സാക്ഷ്യം വഹിക്കുക. അങ്ങനെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങനെ അത്ഭുതകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ സാധ്യസഹായ കൂട്ടായിരിക്കണം. കർത്താവേ, ഈ ഹോളിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും, ഈ ശബ്ദ കാഴ്ചപതിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും അവരുടെ എല്ലാ ജീവിത ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കടകരങ്ങളിൽ ലഭിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം മഞ്ഞും മഴയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെ സൗഖ്യമാക്കുന്ന അവരെ കടന്നു റെഡിയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല പിതാവേ, അവരുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ അടിപ്പടരാൻ ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം ഇപ്പോൾ ഈ ജനപ്രായത്തക്കവണ്ണം അങ്ങനെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ജനക്രിസ്തുവിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ്. യേശുവിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാണ്. ആഗ്രഹം ഒന്ന് കണ്ടാണ്.
യേശുക്രിസ്തുവിന്റെ അടിപ്പടരല്ല സൗഖ്യം ഈ മക്കളുടെ ജീവിതത്തിൽ കൽപ്പിക്കുകയാണ്. എല്ലാ വേദനകളും വിട്ടുമാറുവാൻ കൽപ്പിക്കണം. രോഗാത്മാവിനെ കൽപ്പിക്കണം. In the name of Jesus. കർത്താവെ കൊടുത്ത വിടുതലുകൾക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവ സമാധാനം ഈ സഭയ്ക്കും ഈ കുടുംബത്തിനും കർത്താവെ ഈ ഓൺലൈനായിരിക്കുന്ന സകലർക്ക് കൽപ്പിക്കുകയാണ്. ആ സമാധാനം അവരുടെ നിത്യ തേജസ് ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവാകുന്ന തലയോളം വളരുവാനും സ്വർഗ്ഗ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വം അങ്ങേക്ക് തരുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രകാശമായി പ്രകാശനമായിരിക്കാൻ ദൈവം ഒരുക്കിയ സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അതിനായി ദൈവം ഭുജമായി ഉപയോഗിച്ച പ്രിയമത്തെ പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുകയാണ്. ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരോട് നന്ദി അറിയിക്കുകയാണ്. ഈ സാന്നിധ്യത്തിൽ അനുഗ്രഹിച്ച അനുഗ്രഹമായി മാറിയ ദൈവത്തിന്റെ ആത്മാവിനെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഹല്ലേലൂയ കുര്യാക്കോസിനോട് നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. സഭയോട് ഒന്നും പറയുകയാണ്, പരിജ്ഞാനത്തിന്റെ താക്കോൽ നിങ്ങൾക്ക് ആവശ്യമാണ്. അല്ല എങ്കിൽ മത്തായി 7, 21, 22, 23 ദുർവിധിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനിടയാകുന്നത്. അതുകൊണ്ട് നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്ന് സ്വർഗ്ഗീയ പിതാവിലേക്ക് എത്തിച്ചേരുക. അല്ലാതെ ഈ ഭൂമിയിൽ ഒന്നും കൊണ്ടുപോകാൻ നമുക്ക് കഴിയത്തില്ല. ഒന്നും ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കണം. താങ്ക് യു വെരി മച്ച്.